ചന്തം ചിന്തും നിലാവിനൊളിവെളിയിൽ വിയർഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തിമിഴിച്ചെങ്കതിർനിര ചൊരിയിച്ചന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മേ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനോടെഴുന്നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരന്നു വല്ലോ മുരുഗതി തരണേ, മറ്റെനിക്കാരുമില്ലേ. ജ്യോതിശ്ചക്രം കണക്കിൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ. പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. വെയിലും ലാവും വിഴുങ്ങി കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ചമ്മയിലിന്മേൽ ആടുമുണ്ണി മറയരുതു മനോമൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം. സ്പഷ്ടം ദ്രാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിടുവാൻ പിന്നെ ആട്ടേ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോ. ഉൾത്തീ മാറ്റാനുപായത്തുനിവിനിയ മനക്കൺമണി നീ തരാഞ്ഞാലുൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചോ. പിച്ചും ഭ്രാന്തം പിടിച്ച പിണി അറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം. പിഴകളഖിലവും നീ പൊറത്താളുമല്ലോ. കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ നിന്ന് ആളുകൾ വരിക. ഗുരുവിന്റെ 60ാം പിറന്നാളിന് ഗുരു ആലുവയിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നാടെങ്ങും ആഘോഷമാണ്. അപ്പോ ഗുരു ശാന്തനായി ഇരിക്കുമ്പോഴും ഗുരുവിന്റെ അടുത്ത് കുറുക്കഞ്ചേരിയിൽ നിന്ന് ആളുകൾ വരിക. അപ്പൊ എന്തിനാ വന്നത് ചോദിച്ചപ്പോ ഗുരുവിനെ അറിയാം എന്തിനാ വന്നതെന്നൊക്കെ. അപ്പൊ പറയാണ്, സ്വാമി ഞങ്ങൾക്ക് പ്രതിഷ്ഠ നടത്തി തരണം സ്വാമി. എന്ത് പ്രതിഷ്ഠയാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ശിവനോ സുബ്രഹ്മണ്യനോ ദേവിയോ ആരായാലും മതി, സ്വാമി നിശ്ചയിച്ചാൽ മതി എന്ന് പറയാം. സ്വാമി പറയാം, ഒരു വിളക്ക് തൂക്കിയാൽ പോരെ, ഒരു വിളക്ക് തൂക്കിയാൽ പോരെ. അപ്പൊ പറയാണ്, പോരെ സ്വാമി, വിളക്കൊന്നും തൂക്കിയാൽ അമ്പലത്തിലേക്ക് ആരും വരില്ല. ഞങ്ങൾക്ക് എന്ത് തന്നെ വേണം? വിഗ്രഹങ്ങൾ തന്നെ വേണം. അപ്പൊ ഗുരു പറയാ, ആ വിളക്കിനപ്പുറത്ത് ക്ഷേത്രത്തിന്റെ ഉള്ളില് വിളക്കിനടുത്ത് മഹാന്മാരുടെ ചിത്രങ്ങൾ വെച്ചാൽ പോലെ. രാമനും കൃഷ്ണനും ശിവനും ഒക്കെ ഒരു കാലത്തെ മഹാന്മാരായിരുന്നു.
സത്പ്രവൃത്തി കൊണ്ടും ശരീരബലം കൊണ്ടും ആളുകൾ പ്രശംസിച്ച് ദൈവതുല്യരാക്കി. ആലോചിച്ച് നോക്കിയേ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ ഉരുവിലുമൊത്തു പുറത്തു ഉജ്വലിക്കും. കരുവിന് കണ്ണുകൾ അച്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കൊരു വിലയില്ല. അതൊക്കെ ഇട്ടിട്ട് മിന്നാമിനുങ്ങിന്റെ ഇത്തിരി വെട്ടവും തേടി പോയിക്കൊണ്ടിരിക്കുക അല്ലെ. സൂര്യശോഭയാർന്ന മഹാഗുരുവിനെ കുലത്തിൽ കെട്ടിയിട്ടും ഇത്തിരി വെട്ടം തേടി നടക്കാനാണ് യോഗമെങ്കില് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതാണ്. അപ്പൊ പറയാണ്, അവർ മഹാന്മാരുടെ ചിത്രം വെച്ചാൽ പോരെ എന്ന് ഗുരു ചോദിക്കുമ്പോൾ ഈശ്വരൻ ആരാണെന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അല്ലേ. അറിവാണ് ഈശ്വരൻ, ചൈതന്യമാണ് ഈശ്വരൻ, പ്രകാശമാണെന്ന് ഗുരു പറഞ്ഞു. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ, ഒരു കോടി ദിവാകരത്തുയരുന്നത് പോലെ. അങ്ങനെയൊക്കെയാണ് ഗുരു അനുഭവിച്ച ഈശ്വരനെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ എങ്ങനെ ഓർക്കുക, ഈ കലിയുഗത്തിൽ ഓരോ യുഗങ്ങൾ കഴിഞ്ഞ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൽ എത്തി നിൽക്കുന്നവരാണ് നമ്മളല്ലേ. നമ്മൾ ചുറ്റും കലി കാണുന്നില്ലേ? കലി കാണുന്നുണ്ടല്ലേ? കലിയെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം. അപ്പോ കലികാലത്തിൽ നാമസങ്കീർത്തനമാണ്, മൂർത്തി കൽപ്പനകളുമാണ് മനുഷ്യന് വിധിച്ചിട്ടുള്ളത്. പക്ഷെ ഈ മൂർത്തി വിഗ്രഹങ്ങൾ എന്തിനാണ് എന്ന് സത്യമറിഞ്ഞ് പറഞ്ഞു തരാൻ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പുണ്യം. ആ സദ്ഗുരുവിനെ അനുഭവിക്കാനും അറിയാനും ഒക്കെ ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ പുണ്യം അല്ലേ. അതിലേറെ പുണ്യം. അവിടെ നമ്മൾ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, എന്തെല്ലാം വിഭാഗീയതകൾ പറഞ്ഞ് മാറ്റി വെക്കുന്നവര് പോട്ടെ. പക്ഷെ ഭാഗ്യം കിട്ടിയവർ അതിനെടുത്ത് അനുഭവിക്കും അല്ലേ. എല്ലാവരും ഇതിനെ വിശ്വസിക്കുന്നു പറഞ്ഞ് ഓടി നടക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഒരു ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗുരുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആരും ഇവിടെ പ്രയത്നിക്കണ്ട. ഗുരുവിനെ വിജയിപ്പിക്കാൻ ആരും പ്രയത്നിക്കേണ്ട. കാരണം ഗുരു പരബ്രഹ്മ സ്വരൂപനായി ധീരനായി സദാ സതിനെ പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി പരബ്രഹ്മത്തിലേക്ക് അമർന്ന ചൈതന്യ സ്വരൂപമായ ഗുരുവിനെ ആരും ഇനി പ്രശംസിച്ച് പുകഴ്ത്തി പാടി എൻ്റെ ഗുരു വരുന്നെന്ന് ആരും പുകഴ്ത്തണ്ട. ഭാഗ്യമുള്ളവർ വന്ന് അനുഭവിക്കട്ടെ, ഇല്ലാത്തവർക്ക് കിട്ടാൻ യോഗയില്ല അല്ലേ. അപ്പൊ നിങ്ങൾ എൻ്റെ ഗുരുവിനെ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഗുരുവിനെ അറിയേണ്ടവർ അറിഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ അല്ലേ. അതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് സദ്ഗുരുക്കന്മാർ ഈ ലോകത്തേക്ക് വന്നത് ഈ ലോകത്തോടുള്ള കൃപ കൊണ്ടാണ്. അവരെ ആരാധന ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ പുണ്യശാലികളാണ്. പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദേവതകളെ എടുത്തോട്ടെ. നമ്മൾ എന്തിനാണ് പോയിട്ട് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ, നിന്റെ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്? എൻ്റെ ആവശ്യമില്ല അല്ലേ. എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു ജ്ഞാനവും അങ്ങനെയാണ്. കാരണം ഗുരുവിനെ അറിയണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. ഭാഗ്യമുള്ളവർക്ക് ഈ ഗുരുവിന്റെ കൃതിയും ഈ ഗുരുവൊക്കെ മുന്നിലേക്ക് വന്ന് പെടുകയുള്ളൂ. അങ്ങനെ കൂർക്കഞ്ചേരി ആശ്രമത്തിൽ വരെ അവിടെയും ക്ഷേത്രപ്രതിഷ്ഠ, ആശ്രമം, അനാഥകേന്ദ്രം, 1928 ശ്രീനാരായണ ധർമ്മസംഘത്തിന് തിരികൊളുത്തി നിരവധിയായ സ്ഥലം ഗുരുവിന്റെ ദർശനത്തിലെ ആ തത്വങ്ങളെല്ലാം നടപ്പാക്കിയ ഇടമുണ്ടോ? തൃശ്ശൂർ കൂർക്കഞ്ചേരി പോയിട്ടുണ്ടോ? അദ്വൈതാശ്രമമുണ്ട്, അനാഥ മന്ദിരമുണ്ട്, വിദ്യാലയമുണ്ട്, പിന്നെ അതുപോലെ ക്ഷേത്രമുണ്ട്, സിദ്ധവൈദ്യ ആയുർവേദ ആശ്രമമുണ്ട്. അങ്ങനെ നിരവധിയായ സങ്കേതങ്ങളുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഒരു ഭക്തൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരു ഇങ്ങനെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് ശാന്തമായി ഇരിക്കുക. അപ്പൊ കയറ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചില്ലെങ്കിൽ ഗുരുവിന്റെ ആ ഒരു സ്വസ്ഥതയെ ഭജിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കടന്നു വരുമ്പോൾ ഗുരു ശാന്തമായിരിക്കുന്ന സമയത്ത് ശിഷ്യാണുള്ളത് അനുവദിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കയറ് കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു അന്തേവാസി ഇങ്ങനെ നിൽക്കുവാ, ഇരിക്കുന്നില്ല, ഇങ്ങനെ ഗുരുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഗുരു ചോദിക്കുന്നുണ്ട്, വേദാന്തം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? അതേ സ്വാമി. അപ്പൊ പറയാണ്, എളുപ്പമുള്ളത് ഉണ്ടല്ലോ വേദാന്തത്തില്. ഉണ്ട് സ്വാമി, അത് നാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മറന്നുപോകും. അടിയങ്ങൾക്ക് ബുദ്ധിയില്ല.
കേട്ടത് അപ്പം തന്നെ മറന്നു പോകുന്നു വേറൊരു സന്ദർഭത്തിൽ ശിഷ്യൻ പറയുന്നുണ്ടോ. അപ്പൊ ഗുരു പറയാണ്, അതായത് ഇത്തിരി നേരം ഗുരുവിന്റെ മുന്നിൽ ആരെ കിട്ടിയാലും അവൻ ഉന്നത വിദ്യാഭ്യാസം വേണമെന്നോ വലിയ വേദാന്തം പഠിക്കണമെന്നോ ഒന്നുമില്ല. ഇത്തിരി നേരം കിട്ടിയാൽ മനുഷ്യ പ്രകൃതിയെ ഗുരു സംസ്കരിക്കും. ഗുരു ചോദിക്കുക, എന്താ ഉടുത്തിരിക്കുന്ന വസ്ത്രം അല്ലേ, ആ വസ്ത്രം ഉണ്ടോ? ഉണ്ട്, ഒരു വസ്ത്രമുണ്ട്. എങ്കിലും ഒരു കാര്യം ചെയ്തേ, ആ വസ്ത്രത്തിന് ആ നൂലുകൾ അതൊന്ന് പിരുത്തു മാറ്റി ഇങ്ങനെ നൂലായിട്ട് മാറ്റിയപ്പോൾ ഇപ്പൊ വസ്ത്രമില്ല. എന്തേ ഉള്ളൂ? നൂല് മാത്രമേ ഉള്ളൂ. നമ്മളും പഞ്ചഭൂതം നിർമ്മിതമാണ്. നമ്മളെ വിശേഷിപ്പിച്ചെടുത്താലും അവസാനം ഒരു കുഞ്ഞു കടമായിട്ട് കിട്ടും. അത് പഞ്ചഭൂതാത്മകമായിരിക്കും. അപ്പൊ ഈ കാണുന്ന രൂപമാണോ ശരിയായ രൂപം? ആണോ? അതിനെ വിശ്ലേഷിപ്പിച്ച് വന്നാൽ കാണുന്നത് എന്താ? പഞ്ചഭൂത തന്മാത്രയാണ്. പഞ്ചഭൂതങ്ങൾ ഈശ്വരനിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ചോദിക്കുകയാണ്, അപ്പൊ ഗുരു ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഗുരു. അപ്പൊ ഗുരു പറയാണ്, മായയാണ്, ശരിയായ കാഴ്ചയല്ല, ഉള്ളത് അറിവ് മാത്രമാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം. ഇങ്ങനെ ഗുരു ലഘുവായ വസ്തുക്കൾ എടുത്തിട്ട് പോലും തത്വത്തെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ സ്തോത്രഗതികളെ വെച്ച് നമുക്ക് ഇന്നിപ്പോ കുന്നമ്പാറയിൽ നിൽക്കുമ്പോൾ ഗുരുവിന്റെ സ്തോത്രഗതികളെല്ലാം തന്നെ ഭക്തിക്കപ്പുറം ദാർശനികമായ തലം അല്ലെ. കൃതികൾ പഠിക്കുന്നവർക്കറിയാം, ഏത് സ്തോത്രഗതി എടുത്തു വെച്ചാലും അതിനകത്ത് എന്താ ഉള്ള ദേവതാ സ്തുതിപരം മാത്രമല്ല. അത് ഒരു മനുഷ്യൻ എന്തിനാണോ എത്തേണ്ടത്, ആ എത്തേണ്ട സത്യത്തെ ആ കൃതിയിൽ ഗുരു ഉള്ളടക്കി വെച്ചിട്ടുണ്ടോ. പറഞ്ഞു തരാതെ ഗുരു ഒറ്റ കൃതിയിലും പോയിട്ടില്ല. അത് ജ്ഞാന രഹസ്യം കൊണ്ടും നിഗൂഢമായ യോഗാത്മകത കൊണ്ടുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഗുരുവിന്റെ സുബ്രഹ്മണ്യ സ്തുതിപരമായ കീർത്തനം. അതിൽ ബാഹുലേയ അഷ്ടകമൊക്കെ അല്ലെ, ഇന്ന് വരെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പേടിയെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ് അല്ലെ. ആരും വ്യാഖ്യാനിക്കാൻ പേടിയെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന കൃതിയാണ് ബാഹുലേയാഷ്ടകം. അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രശാസ്ത്രപരമായ കൃതിയാണോ ഇതെന്ന് തോന്നും. പക്ഷെ തന്ത്രശാസ്ത്രമാകുന്ന മൂശയിൽ അദ്വൈത അനുഭൂതി ഒഴിച്ചിട്ട് ഊതിയെടുത്ത് തെളിയിച്ചെടുത്ത് വാർത്തെടുത്ത കൃതിയാണ്. സ്ട്രക്ചറൊക്കെ തന്ത്രശാസ്ത്രത്തിന്റെ, പക്ഷെ അതിനകത്ത് തത്വ അദ്വൈതം. അതിനകത്ത് ഓം 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 കുറെ ശബ്ദങ്ങളില്ലേ, അത് തന്നെ. അതായത് ഒരു യോഗി ആത്മീയമായ ആനന്ദത്തിലേക്ക് ഉണരുമ്പോൾ ആ പ്രാണപ്രസരണ വേളയില് കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് ഒരു യോഗിയിൽ 6 ആധാര ചക്രങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന അനാഹതമായ അലൗകികമായ ഒരു ശബ്ദമുണ്ട്, ധ്വനിയുണ്ട്. ആ ധ്വനി തന്നെയാണ് ഗുരു അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. അതായത് സാധാരണ ഗുരുവല്ല കടന്ന് നമ്മുടെ മുന്നിലൂടെ ഒരു ശരീരധാരിയായിട്ട് വന്നത്. ചെമ്പനന്തിയിലെ അവതരിച്ച ആ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി വന്ന നാണുഭക്തനും നാണുവാശാനും ആരാണെന്ന് അറിയണമെങ്കിൽ കൃതികളിലൂടെയൊക്കെ ഒന്ന് നമ്മൾ സഞ്ചരിച്ചേ മതിയാവും. കാരണം സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് ഗുരു പറയും, സുബ്രഹ്മണ്യ കീർത്തനം എത്ര വിശദീകരിച്ചാലും മതിയാകാത്ത കൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം. അതിനകത്ത് ഗുരു പറയാ, എന്താ പറയാ, അതായത് നമ്മളിങ്ങനെ ഈ ശരീരം കൊണ്ടിങ്ങനെ ഈ ലോകത്തേക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഒന്നുമേ സത്യമറിയാതെ ഈ എന്താ പറയാ പച്ചപ്പൻ, അതിന് തുടക്കം ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. പച്ചപ്പൻ മയിലേറി പരിചിനോടെഴുന്നള്ളി പടിക്കൽ കിടക്കും ഈ പിച്ചക്കാരനു വല്ലോ മുരുകനി തരണേ മറ്റെനിക്കാരുമില്ലേ. അതിന്റെ തുടക്കം എങ്ങനെയാ? പച്ചക്കള്ളം വിതറ്റി പഴവിന മുടി കെട്ടിക്കിടക്കുന്നൊരിമ്മേ എച്ചിൽ ചോറുണ്ട് ഇരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ. ചിരി വരും നമുക്ക് ഗുരു പറയുന്നത് കേൾക്കുമ്പോ അല്ലെ. അങ്ങനെയുള്ള ഈ പച്ചപ്പൻ മയിലേറി പരിചനോട് എഴുന്നള്ളി പടിക്കൽ കിടക്കും ഈ പിച്ചക്കാരന് വല്ലോ മുരുകനി തരണേ മറ്റെനിക്കാരുമില്ലേ. കുറെ നർമ്മമുണ്ട്, കുറെ ജ്ഞാനം അതിനകത്ത്
പച്ചക്കള്ളത്തിനെ സത്യമെന്ന് കരുതിയിട്ട് എന്തിനാ ദുഃഖിക്കുന്നത്? ഈ കാണുന്ന ഈ ശരീരവും ഈ കാണുന്ന പ്രപഞ്ചവും അനുനിമിഷം ഉണ്ടായ നിലനിന്ന് ചലിച്ചു പരിണമിച്ചു പോകുന്നതാണ്. അതിനെ കാണിച്ചിട്ട് ഒരു ജന്മം മുഴുവൻ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാട്ടി ഭ്രമിപ്പിച്ച് പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മ. എൻ്റെ ശരീരം വന്നതേ ഈ ഒരമ്മ ഈ കഴിഞ്ഞ ജന്മത്തിലെ ഈ ജന്മത്തിലെ എൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതല്ലത്. എത്രയോ ജന്മാന്തരങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട് എത്രയോ ഗർഭപാത്രങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഓരോ ജന്മവും അനേകം ജന്മങ്ങൾക്കുള്ള വാസനയുമാണ് ഓരോ മനുഷ്യജീവനെ ഭൂമിയിലേക്ക് എത്തുന്നത്. അതാ പറയണത്, എന്താ പറയാ, പഴവിനം കുടികെട്ടിക്കിടക്കുന്നൊരിന്മയും. ഇതും ഒരു വാസനയാണ്. നമ്മൾക്കൊക്കെ ഇങ്ങനെ ഭഗവാന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിലും ഈ ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്ര പരിസരത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതും ഒരു പഴവിന തന്നെയാണ്. ആരോ ചെയ്തു വെച്ച പുണ്യം, നമ്മൾ തന്നെ ചെയ്തു വെച്ച പുണ്യം തന്നെയാണ് അല്ലേ ഇങ്ങനെ ഇരിക്കാൻ പറ്റണത്. ഇപ്പോഴും ഞാൻ ഓർക്കും, പഴവിന മുടികെട്ടി കിടക്കുന്നൊരിന്മയും. നമ്മുടെ ഇല്ല, അതവിടെ ഇരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കുറേ ജന്മങ്ങൾക്കുള്ള വാസനയുമായിട്ട് നമ്മൾ വന്നേക്കണമെന്ന് ഓർത്തോട്ടോ. ഇനി അത് നോക്കണ്ട, അതവിടെ ഇങ്ങോട്ട് പാവം. അതിനും ഒരു ജന്മങ്ങൾക്കുള്ള വാസനയുമായാണ് ഓരോ മനുഷ്യനെ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളിലുണ്ട് ഈ വാസന അല്ലെ. പഴവിന മുടികെട്ടി കിടക്കുന്നൊരിന്മ എന്ന് പറയാം. നമ്മൾ കഴിക്കുന്ന എച്ചിൽ ചോറാണ്. അതായത് ഈ ശരീരത്തെ പോറ്റാൻ വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ശരീരം ശരിക്കും എച്ചിലായ ഈ ശരീരം അല്ലെ, എവിടെയോ ഉപേക്ഷിക്കേണ്ട സ്ഥിരനാറുന്ന ഉടമ്പായ ഈ ശരീരത്തെ പോറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുക നമ്മൾ. ഇത്ര അർത്ഥശൂന്യതയാണെന്നൊക്കെ വെറുതെ ഇവിടെ കത്തിച്ചിത്തിരി ചാരമായിട്ട് തരാൻ പോകുന്ന ഈ ഒരു ശരീരത്തിനെ പോറ്റാൻ വേണ്ടി മാത്രം ഒരു ജന്മം പാഴാക്കുന്ന അജ്ഞത ആലോചിച്ച് നോക്കി. ഈ നശ്വരമായ ശരീരത്തിൽ വരുന്ന ദുഃഖത്തെ ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ചു പോകുന്നു ആലോചിച്ച് നോക്കി അല്ലേ. അഹം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ടു വെട്ടൂരും മായാവിലാസം ക്ഷണം ക്ഷീണ ലോകപ്രപഞ്ചപ്രവാഹം. കാളിനാടകത്തിൽ ഇടിവെട്ടുന്നത് പോലെ ഒരു പറഞ്ഞു നോക്കുക അല്ലെ. നമസ്തേ നമസ്തേ ശിവാംബ മഹാഘോര സംസാരമാനാനിധി കക്കല കേറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. സത്യം പറഞ്ഞ പെട്ടിരിക്കുക നമ്മള്. ശരീരമാകുന്ന കൂട്ടിൽ പെട്ടിരിക്കുകയാണെന്ന് പോലും അറിയാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞത അല്ലെ. ഞാൻ ഈ ദേഹമാകുന്ന പഞ്ചരത്തിൽ പെട്ടിട്ട് എനിക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താതിരിക്കുന്നതല്ലേ അജ്ഞത അല്ലേ. ഒരു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഈ വലയിൽ കുടുങ്ങുന്ന മീൻ, വലിയ വല വിരിച്ചിട്ട് അതിലേക്ക് മീൻ കുടുങ്ങിയിട്ട് ആ മീനിന് രക്ഷപ്പെട്ടു പോകാൻ ഒരു ഉപായമില്ല. അതെന്ത് ചെയ്യും, വലയോടുകൂടി ആ ചേറിലേക്ക് കിടന്നിട്ട് അവിടെ നിന്നുള്ള ചെറിയ ജീവികളെ കഴിച്ചോണ്ട് അവിടെ നിൽക്കുക. ഞാൻ വലയിലൊക്കെ കിടക്കണമെന്ന് പോലും അതിന് ബോധമില്ല, ചിന്തിക്കാനുള്ള അറിവില്ല. അതുപോലെ നമ്മളെ ബോധഹീനന്മാരായ നമ്മൾക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി ഗുരു പറയുക, ഈ എച്ചിൽ ചോറുണ്ട്, നട്ടലിന്റെ കോർത്തിട്ടിരിക്കുന്ന ഒരു മാംസപിണ്ഡമല്ലേ നമ്മുടെ ശരീരം. ആ ശരീരത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ആത്മചൈതന്യം അതിലൊന്ന് ഉണ്ടെന്ന് എത്ര ജന്മം കഴിഞ്ഞാലും നമുക്കൊന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുക. അപ്പൊ പറയുകയാണ്, പോകാറായി ശരീരത്തിൽ എത്ര നാള് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് സത്സംഗം ചെയ്യാൻ പറ്റും? എത്ര നാൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റും? ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും സത്സംഗം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊന്ന് കിടക്കുന്ന സമയത്ത് ഇത് ഉള്ളിൽ കുറെയൊക്കെ ശേഖരിച്ച് വെച്ചാലുണ്ടല്ലോ, അത് മതി ജീവിതത്തിൽ. പോരെ? അതുപോലെ അത് മതി. കുറച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ പിന്നെ ഉള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കുക അതൊക്കെ. അപ്പൊ ഓടി മൂടറ്റിടുമ്പോൾ ഈ ശരീരം അങ്ങ് ക്ഷയിച്ച് ജീർണിച്ച് അങ്ങ് തീർന്നു പോകുന്നതിന് മുമ്പ് എന്തു പ്രാർത്ഥനയാണ്. പച്ചപ്പൊൻ മയിലേറി വാങ്ങി സുബ്രഹ്മണ്യ
മതിലിന്റെ പുറത്തേറി നീ ഒന്ന് വാ, അല്ലെ? പരിചിനോട് എഴുന്നള്ളണം, കരുണയോടെ നീങ്ങ വരണം. എന്തിനാന്നറിയോ? പിച്ചക്കാരൻ, ഒന്നുമില്ലാത്തവനാണ് ഞാൻ എന്നുള്ള ബോധം നമുക്ക് വേണം. എന്തെല്ലാം ഈ ഭൗതികമായ സമ്പത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോഴും ഇതൊന്നും എൻ്റെ അല്ല എന്ന ചിന്ത വരുന്നവനാണ് ഒന്നുമില്ലാത്ത പിച്ചക്കാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുമ്പോ 10 രൂപ എടുത്ത് കൊടുക്കുമ്പോ വീടിന്റെ ഉമ്മറത്ത് നിന്നിട്ട് താഴത്ത് നിന്നവനിലേക്ക് 10 രൂപ എറിഞ്ഞു കൊടുക്കുമ്പോ ഞാൻ മുതലാളിയും അവൻ പിച്ചക്കാരനും. ഇച്ചിരി നേരം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭാവം വരും, അല്ലേ? ആ പൈസ നിന്റെയാണോ? അത് കൊടുക്കാൻ നിനക്ക് പുണ്യം കിട്ടിയല്ലോ എന്നല്ലേ വിചാരിക്കേണ്ടത്. നീ യജമാനൻ എന്നാണോ വിചാരിക്കേണ്ടത്? വേദം പറഞ്ഞെന്ന് പറയട്ടെ, ലക്രിയാദേ എന്ന് പറയാം. ഒരു ലജ്ജയോടെ വേണം കൊടുക്കാൻ. ഇത് കൊടുക്കാൻ എനിക്ക് എന്താ അവകാശം, അല്ലേ? അഹങ്കാരമല്ല അവിടെ വരേണ്ടത്. അപ്പൊ പറയാ, പച്ചപ്പൊൻ മയിലേറി പരിചിനോട് എഴുന്നള്ളി വരണം. നീ ദയവ് ചെയ്തൊന്നുകൊണ്ട് എഴുന്നള്ളി വാ. ഈ നിന്റെ പഠിക്കൽ ഒരാൾ കാത്തു കിടപ്പുണ്ട്. ജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മവാസനയുടെ ഫലമായി ഒരു ശരീരത്തിൽ വന്ന് മറ്റൊരു ശരീരത്തിലേക്ക് വന്ന് ഇങ്ങനെ പോകുന്ന എന്നെ, അല്ലെ? പൂന്താനമൊക്കെ പറഞ്ഞ പോലെ എത്രയോ ജന്മങ്ങൾ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. അരിച്ചു നടന്നു, നൊരിച്ചു നടന്നു, മണ്ണിൽ എഴഞ്ഞു നടന്നു, അല്ലെ? മരങ്ങളായി നിന്നു, പുഴുക്കളായി നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ ജന്മങ്ങളിൽ പലത് കഴിഞ്ഞു ഭഗവാനെ. പഠിക്കൽ കിടക്കുന്ന പിച്ചക്കാരന് വല്ലോ ഒരു ഗതി തരണേ. എനിക്ക് എന്ത് ഗതിയാ വേണ്ട? ഇത്തിരി ചോറ് തന്നാൽ മതിയോ? ഈ എച്ചിൽ ചോറിനെ പരിപോഷിപ്പിക്കാൻ ഇത്തിരി ചോറല്ല എനിക്ക് വേണ്ടത്. ഗതിക്ക് ഗമധാതുവിന് മോക്ഷം നൽകും, പരമമായ ഗതി. എനിക്ക് ജ്ഞാനം തരണം. എത്ര നാളായി നിന്നെ ഉപാസിച്ചുകൊണ്ട്, നിന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നിന്റെ ക്ഷേത്രത്തിലും നിന്റെ മുന്നിലും ഞാൻ കഴിയുന്നു. എന്നിട്ട് നീ എനിക്ക് ഈ ജ്ഞാനമൊന്ന് പകർന്നു തരണ്ടേ ഭഗവാനെ? അതുകൊണ്ട് പറയുകയാണ്, നിന്റെ പഠിക്കൽ കിടക്കും പിച്ചക്കാരന് വല്ലോ ഒരു ഗതി തരണേ. എനിക്ക് മോക്ഷം തരണം, ജ്ഞാനം തരണം, മറ്റെനിക്കാരുമില്ലേ. ഇതാണ് സമർപ്പണം. നേരായി വന്നിടുക വേറാരുമില്ല ഗതി. ഹേ രാജയോഗ ജനനീ, എൻ്റെ സമ്പത്തോ, എൻ്റെ മക്കളോ, എൻ്റെ ഭാര്യയോ, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളോ, എൻ്റെ സാമൂഹികമായ പദവികളോ സ്ഥാനമാനങ്ങളോ, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് വില വിട്ടു പോകുന്ന, ഇല്ലാതെയാവുന്ന തുച്ഛമായ വസ്തുക്കളാണ്. പക്ഷേ ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നീ ജ്ഞാനമാകുന്ന ആ ധനം മാത്രമാണ് എനിക്ക് വേണ്ടത്. നീയാകുന്ന ധനമാണ് എനിക്ക് വേണ്ടത്, മറ്റെനിക്കാരുമില്ല. ഈശ്വരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സമർപ്പണമാണ് ഭക്തി. നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഇതാണ് ഒരു സ്തോത്രഗതിയായ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോൾ ചോദിക്കേണ്ടത് എന്തെന്ന് ഭഗവാൻ പറഞ്ഞു തരുമ്പോൾ ഇവിടെ കണ്ണു നിറഞ്ഞൊഴുകും. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ വിദ്യ പോലും അഭ്യസിക്കാൻ, പഠിക്കാൻ അവകാശമില്ലാതിരുന്ന, ഏറ്റവും താഴെ തട്ടിൽ കിടന്നിരുന്ന ഒരു ജനവിഭാഗത്തിലേക്ക് ഒരു ഈശ്വരൻ ഒരു ശരീരം സ്വീകരിച്ച് വന്നിട്ട് പറഞ്ഞു തന്നത് മുഴുവനും പരമമായ സത്യമാണ്. നമ്മളത് ചൊല്ലിപ്പോയി ഭഗവാൻ അർപ്പിച്ച് മാത്രം പോകാതെ നമ്മളിലേക്ക് എടുത്ത് ജന്മശ്രേഷ്ഠത വേണ്ടേ? നമുക്ക് ജന്മശ്രേഷ്ഠത വേണം. കാരണം അരുവിപ്പുറത്ത് നിങ്ങൾ ഈ നാട്ടുകാരോട് പറയേണ്ട ആവശ്യമേ ഇല്ല. പുണ്യം ചെയ്തവരാ. അതായത് ഒരു മഹാദീപം തെളിഞ്ഞ ആ ഇടത്ത് ജന്മം കൊണ്ടവര്, ഭഗവാൻ പലവരും നടന്നു നീങ്ങിയ ആ മണ്ണിൽ ചവിട്ടി നടക്കാൻ ഭാഗ്യം സിദ്ധിച്ചവര്, അല്ലേ? പലരും ഭഗവാൻ ഗുരു അവതാരം ചെയ്ത കുലത്തിൽ തന്നെ ജനിച്ചവരുണ്ടാവും. അപ്പോൾ ഇത്രയുമൊക്കെ പുണ്യം ചെയ്ത ഒരാളുകളോട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയാനില്ല. ഗുരു ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്ന് ഗുരു സുബ്രഹ്മണ്യ കീർത്തനത്തിലൂടെ പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞു വെച്ച ഗുരു? എന്തിനാ ഈ ലോകത്തേക്ക് വന്നതെന്നാ ഗുരു പറഞ്ഞത്? ഒന്ന് ചൊല്ലിക്കത്.
പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. നദി മുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? മുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗുരു പറയാണ്, മരുത്വാമലയിലെ ഗുരുവിന് അവിടെ നിന്ന് ആത്മസാക്ഷാത്കാരത്തിനുള്ള എല്ലാം ഉണ്ട്. അരുവിയിൽ വെള്ളമുണ്ട്, കിഴങ്ങുകളുണ്ട്, ഫലവർഗങ്ങളുണ്ട്, കൂട്ടിന് ശാന്തരായ മൃഗങ്ങളുണ്ട്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പാട് കഴിക്കാനായിട്ട് അരുവിപ്പുറത്തേക്ക് ഗുരു വന്ന എന്തിനാ? ഇതിനു വേണ്ടിയിട്ടാണ്. ജ്ഞാന നദിയിലൊന്ന് മുക്കിയെടുക്കണം അല്ലേ? മനസ്സടങ്ങി, മായാമറ നീങ്ങി, അതുപോലെ ബുദ്ധി തെളിഞ്ഞു. ഇനി ഒന്ന് സ്വരൂപത്തോട് ചേർന്നാൽ മതി. പക്ഷെ വേണ്ട, പിന്നെ ആട്ടെ പാവങ്ങള് ഒന്നും അറിയാത്ത കുറെ ഒരു ജനവിഭാഗത്തിന് അവിടത്തേക്ക് നേടിയത് പറഞ്ഞു കൊടുക്കണം. കാരണം അതെന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുരു ഒരിക്കലും ഗുരുവിന്റെ മുക്തി ആഗ്രഹിച്ചിട്ടില്ല. അവശനായ പതിതരായ ഒരു ജനകോടിയുടെ മുക്തിയാണ് തൻ്റെ മുക്തി എന്ന് ഭഗവാൻ ഉള്ളിൽ കണ്ടു. അതുകൊണ്ടല്ലേ ഇറങ്ങി വന്ന്. തനിക്ക് മാത്രമായിട്ടൊരു മുക്തി ഗുരു കണ്ടില്ല. തൻ്റെ മുക്തി പതിത ജനകോടികളുടെ മുക്തിയായിട്ട് കണ്ടതുകൊണ്ടാണ് അവരുടെ മുക്തിയിലൂടെ മാത്രമേ തനിക്ക് മുക്തി സാധ്യമാകൂ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ്, ആ ഉറപ്പിലാണ് ഗുരു ഇവിടെ അവതരിച്ചത്. ആ ആത്മീയ ദർശനത്തിൽ നിന്നും ഈ വിശ്വദർശനത്തിലേക്ക് ഗുരു വന്നത് ഈ ജ്ഞാനത്തെ പറഞ്ഞു തരാനാണ്. മതി എന്നാ ഗുരു പറഞ്ഞത്. മതി, എത്ര ജന്മമായി ഉണ്ട് ഉറങ്ങി മരിച്ചുപോയി, പിന്നെയും ജന്മം, പിന്നെയും ഇത്. ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ജന്മത്തില് ഇതൊന്ന് കേൾക്കണ്ടേ? ഞാൻ ഇതിനാ വന്നേന്ന് അല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ ദാർശനിക കൃതിയാണ്, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. കാരണം എന്താന്ന് പറയട്ടെ, നമ്മള് ലോകവാസനയിൽ ഇരിക്കുന്നവരാ. നമുക്ക് ഉറക്കം വരും, നമുക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നും, എനിക്കിത് മതിയെന്ന് തോന്നും അല്ലേ? പക്ഷെ ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നത് അത്രയും നമ്മുടെ സ്വരൂപത്തെ കുറിച്ച് തന്നെയാണ് ആണ്. പിന്നെ ഗുരു ഈശ്വരനാണോ എന്ന് പലർക്കും ചോദ്യം ഉണ്ടെങ്കിൽ ഗുരുവിന്റെ ഓങ്കാരം കൊണ്ടെഴുപ്പി എന്നുള്ള ശ്ലോകം ചൊല്ലിയാണ് അല്ലേ? സുബ്രഹ്മണ്യ കീർത്തനം പറയുന്നതാണ്. അതായത് ഗുരു പറയാണ്, ഗുരു ഉള്ളിൽ അനുഭവിച്ച ആത്മീയമായി ഗുരുവിൽ നിന്ന് കേട്ട ആ ആനന്ദാനുഭൂതിയുടെ ലയം ഓങ്കാരം കൊണ്ടെഴുപ്പി എന്നുള്ള ശ്ലോകത്തിന് കൂടി ശരിക്കും ചേർത്ത് വെക്കുന്നുണ്ട്. പങ്കാരം പറ്റുവാനില്ല ഇരവു പകലിനും നീച്ചയും തേനുറിഞ്ചും ചങ്കാരം പോലുമില്ല ഇങ്ങിതിനെ ഇനിമയോട് ആസ്വദിച്ചിടുവാൻ. ആത്മാനന്ദ മാധുരി അനുഭവിച്ചപ്പോൾ പങ്കാരം പറ്റുവാനില്ല. ഞാനും നീയും ഞെരുക്കി കലരുന്ന ആ അനുഭവത്തിൽ സമസ്ത ചരാചരങ്ങളും അതിൽ ഉള്ളടങ്ങിയ അനുഭവം. ആരും പുറത്താണെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ഈശ്വരനാണെന്ന് സാക്ഷാത്കരിക്കുമ്പോൾ സമസ്ത ചരാചരങ്ങളും അത് തന്നെയാണെന്ന് ഗുരു പറഞ്ഞത്. അതാണ് ഗുരു പറഞ്ഞ, പുറത്തൊരാളും ഇല്ല ഇത് പറ്റാൻ, പങ്കാരം പറ്റുവാനില്ല. ഇതൊക്കെ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ, ഗുരുവെന്ന പരമാത്മ സ്വരൂപനെ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് തീരെ നമ്മളെയൊക്കെ പോലെയുള്ള അറിവില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഗുരു പറഞ്ഞത്, കണ്ണുണ്ടിരാവ് കാതും കരവും അതുകണക്കൊണ്ട് കാരുണ്യമോയി വണ്ണം മറ്റാർക്കുമില്ല. കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ. ദന്നം തീർത്തന്നെ രക്ഷിച്ചഭയമരുളുവാൻ കയ്യുമൊന്നല്ലേ വേണ്ടൂ. ഇതൊന്നും ഭക്തിയോടെ പ്രാർത്ഥിച്ച സുബ്രഹ്മണ്യ ഭഗവാൻ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കല്ലേ. ഇത് വരികളാ ഗുരുവന്റെ. 12 കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്. നീ അറുമുഖനല്ലേ? ഒന്നൊന്നും അല്ല, നിനക്ക് 6 കൈയുണ്ട്, 6 ചെവിയുണ്ട് അല്ലെ, 6 കണ്ണുണ്ട്. ഈ 6 കണ്ണും വെച്ച് നീ എന്നെ നോക്കണില്ലേ? എന്നിട്ടോ ഞാൻ ഈ അടിമ ഈ ലോക ജീവിതത്തിൽ കിടന്ന് അലയുന്നത് നീ കാണുന്നില്ലേ? കണ്ണിൽ കണ്ടോർ എന്നെ പഴിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഒരു ചെവി കൊണ്ടെങ്കിലും നീ അത് കേട്ടില്ലേ സുബ്രഹ്മണ്യ ഭഗവാനെ? അതുകൊണ്ട് എൻ്റെ ഈ ദുഃഖം മാറ്റി
എന്നെ അനുഗ്രഹിക്കാൻ നിന്റെ ഈ 16 അല്ലേ 12 അല്ലേ അതിൽ ഒരു കൈ പോലെ ഒന്നനക്കിയ പോലെ ഞാൻ ഇഷ്ടപ്പെടാൻ അല്ലേ. ഇതൊക്കെ ശരിക്കും ഭക്തിസാന്ദ്രമായി ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഗുരു എഴുതിയതാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്താ പറയുക, ആഗ്രഹങ്ങൾ സാധിക്കാനല്ല എന്ന് ഷാമാധുര സ്തവത്തിൽ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആശാ പിശാചദഹനാന്ന് പറഞ്ഞു. ആശയാവുന്ന പിശാചിനെ ദഹിപ്പിക്കുന്നവനേന്ന് നമ്മൾ ചോദിക്കാൻ പോണ ആശയല്ലേ, ആഗ്രഹങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്ത് ചോദിക്കുന്നത് ആഗ്രഹങ്ങളാണ്. പക്ഷെ ഗുരു നമ്മെ എന്താ പഠിപ്പിച്ചേ? ആശ ഒത്തിരി വിരുദ്ധതയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ആശയാവുന്ന പിശാചിനെ ദഹിപ്പിച്ചു തരണേ. ബുദ്ധന്റെ ദർശനമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. പഞ്ചശീല തത്വങ്ങളിൽ ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പൊ ഗുരു പറയും ആശയെ നശിപ്പിച്ചു തരണം. നടിയിടുമീ വിഷയം ഓടി ദൃശ്യം നടനമാടിടുവാനരുതിനി. മതിയായി. ഈ ഭൗതിക വിഷയങ്ങളുടെ പുറകെ ഓടി നടന്ന് എനിക്ക് മതിയായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ നവമഞ്ജരിയില്. ഇതൊക്കെ നമ്മള് ഭഗവാന്റെ അടുത്ത് നിന്ന് ആഗ്രഹങ്ങൾ സാധിക്കാൻ ഭഗവാന്റെ അടുത്ത് പോകുന്നവരോട് പ്രതീക്ഷക്ക് വകയില്ല എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഇനി ഞാൻ എന്തിനാ അമ്പലത്തിൽ പോണേന്നല്ല അർത്ഥം. നിന്നിലേക്ക് ഉള്ളതെല്ലാം നിന്റെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്റെ സൃഷ്ടിയിൽ ഉള്ളടക്കിയിട്ടുണ്ട്. അതേപോലെ വരും. പക്ഷേ അതിനപ്പുറം ഇരുന്നു കൊണ്ട് നിന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനെ അറിയണമെന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഏത് ദുഃഖം നമുക്ക് തന്നോട്ടെ, പക്ഷെ അതിനൊരു പ്രതിവിധിയെ കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അല്ലാതെ ദുഃഖം നമുക്ക് താങ്ങാനാവില്ല, പക്ഷെ താങ്ങാവുന്ന ഒരു ശക്തിയും കൂടി നമ്മളിലേക്ക് ഉള്ളടക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. അതാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെയാണ് വെറും ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ 5 ശ്ലോകങ്ങളാണ് ശിവപ്രസാദ പഞ്ചകം. അതിന്റെ അവസാന ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അല്പം കനിവെന്നിലിരുത്തിയിട്ട് പറഞ്ഞ് കനിവെന്നിലിരു പ്രാർത്ഥിച്ചു ഭഗവാനെ ഇനി ഞാൻ ഇതൊക്കെ പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് താന്ന് പറയല്ലേ. പ്രാർത്ഥിച്ചത് എന്താ? തട്ടി എറിഞ്ഞ് കളയാനാണ് പ്രാർത്ഥിച്ചത്. എന്നിട്ട് നിന്റെ സ്വരൂപം എനിക്ക് ഇങ്ങോട്ട് വെച്ചതാന്നാ പറഞ്ഞത് അല്ലേ. അല്പം കനിവ് എന്നിൽ കാണിക്കണം. ജനിച്ച കാലം മുതൽ ഞാൻ ഈ കാമക്കനിയുമായിട്ട് നടക്കുക. മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൽ മുലകുടി മാറിയ നാൾ മുതൽ മാനസം അലർശരസായക മല്ലു പിടിച്ചു നിൻ മലരടിയും ജഗദീശ മറന്നുപോയി. അപ്പോ ഈ കാമക്കനി അങ്ങ് തട്ടിയെടുത്തിട്ട് അവിടെ ഭക്തിയാവുന്ന കനി തന്ന് നീയാവുന്ന കനി തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഭക്തിയെ കുറിക്കുന്ന സ്തോത്രഗതികളിൽ പോലും ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി വരുമ്പോൾ ഗുരുവിനെ അറിയാനായിട്ട് നമ്മൾ സാധാരണ ആശ്രമം എന്ന കൃതി, നിർവൃതി പഞ്ചകം എന്ന കൃതി, വേറൊരു കൃതി അല്ലേതാ ആശ്രമം, നിർവൃതി പഞ്ചകം, അതുപോലെ നിൽക്കുന്ന ഒരു കൃതി ഏതാ? നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഞാൻ തന്നെയായിരുന്നു. ആശ്രമം, നിർവൃതി പഞ്ചകം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അവസരം ചേട്ടാ. മുനിചര്യ പഞ്ചകം ഏതൊക്കെയാ? ആശ്രമം, നിർവൃതി പഞ്ചകം, മുനിചര്യ. ഇത് 3 ഒറ്റയ്ക്ക് നിൽക്കുക. ഗുരു ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കൃതികളൊക്കെ എടുത്തൊന്ന് വായിച്ചാൽ മതി. വളരെ കൃത്യമായി ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന പരമാത്മ സ്വരൂപനെന്ന് അരിപ്പുറത്തുകാരോടോ ചെമ്പഴന്തിയിലുള്ളവരോടോ കുന്നുംപുറത്ത് ജീവിക്കുന്നവരോടോ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഗുരു തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നിർവൃതി പഞ്ചകം രചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണെന്നറിയോ ആ സാഹചര്യം? ആർക്ക് പറയാം? ഒരു നിർവൃതി പഞ്ചകം എന്ന കൃതി രചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രമണ മഹർഷിയെ സന്ദർശിക്കുമ്പോൾ എവിടെ ഇരിക്കുന്ന രമണ മഹർഷിയെ? തിരുവണ്ണാമലയിൽ. അതിന് പോകുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതെപ്പോഴാണ്? ഗുരു വെറുതെ ഒന്ന് വിളിച്ചിട്ട് ഗുരു പോയതാണോ?
അതിനടുത്തൊരാശ്രമം. ഏതാശ്രമം? ഇത്ര പേരൊക്കെ അറിയാം അല്ലേ? കാഞ്ചീപുരത്ത് ആരുടെ ആശ്രമമായിരുന്നു? എനിക്കിനി ഒന്നും വേണ്ട, ധന്യമായി. ഗോവിന്ദാനന്ദ സ്വാമി. അതായത് ഗുരുവിന് ശേഷം ശിവഗിരി സർവ്വ അധികാരങ്ങളും മഠാധിപ സ്ഥാനം ബോധാനന്ദ സ്വാമിക്ക് എഴുതി വെച്ചിരുന്നത് അല്ലേ? അപ്പൊ ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധി കഴിഞ്ഞു. അതിനുശേഷം ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായതാണ്. ഗുരുവിന് ശേഷം ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായ ഗോവിന്ദാനന്ദ സ്വാമി. ഗോവിന്ദാനന്ദ സ്വാമി അത് ഒരു പോലീസ് SI ആയിട്ട് ജോലിയൊക്കെ കിട്ടി പോലീസ് ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന ആളാണ്. പക്ഷേ ജന്മനാ ഉള്ളിലേക്ക് ആധ്യാത്മികമായ സംസ്കാരം കിടക്കാണ്. നേരെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടി ജനിച്ചു. പക്ഷെ ആധ്യാത്മിക സംസ്കാരം കിടക്കുന്നത് കൊണ്ട് ഭൗതിക ജീവിതത്തോട് വലിയ താല്പര്യമൊന്നും കണ്ടില്ല. ഒരു പെൺകുഞ്ഞാ ജനിച്ചത്. അപ്പൊ പെൺകുഞ്ഞിനെ കാണാൻ ചെന്നപ്പോ കാണാൻ അനുവദിച്ചില്ല. ഭാര്യയും കാണിക്കാൻ സംബന്ധിച്ചില്ല, കുഞ്ഞിനെ കാണിച്ചില്ല. ഭാര്യ വീട്ടുകാരും എതിർത്തു. അവിടെ നിന്ന് ഇറങ്ങുക. അവിടെ നിയോഗം ഓരോരുത്തർക്കല്ലേ? അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ജീവിതത്തിലെ സകലതും ആ ഗൃഹസ്ഥാശ്രമം വിടുകയാണ്. വീട്ടിൽ നേരെ ചെല്ലുന്ന ബോധാനന്ദ സ്വാമിയുടെ അടുത്തേക്കാണ്, കുറുക്കഞ്ചേരിയിലല്ലേ? സ്വാമിയെ ആണ് ഗുരുവിനോട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഗോവിന്ദനെ കുറിച്ച്. അപ്പൊ ഗുരു ഒരിക്കല് ശിവഗിരി കൊണ്ടുപോയി ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ബോധാനന്ദ സ്വാമിയാണ്. ഗുരു ഒന്നേ പറഞ്ഞുള്ളൂ, ലോകം ചുറ്റി വരും. വേറെ ഒന്നും കൊടുത്തില്ല. ലോകം ചുറ്റി വരും എന്ന് പറഞ്ഞു. നാട് മുഴുവൻ ചുറ്റിയിട്ട് വരും. അനുഭവം വേണമല്ലോ. ഇന്ന് വന്ന ഈ മനസ്സ് ലോകം ചുറ്റി വരുമ്പോഴും ഉണ്ടാവണ്ടേ? ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു തന്നല്ലോ, വേഗം അങ്ങനെ വരാൻ പറഞ്ഞു. വേഗം സഞ്ചാരം തുടങ്ങി. സഞ്ചരിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച്. നമ്മൾ അറിയണം, ഡോക്ടർ പൽപുവിന് മുൻപ് ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ വരെ സഞ്ചരിച്ച് ഗുരുവിന്റെ ദർശനത്തെ പ്രചരിപ്പിച്ച സന്യസ്ത ശിഷ്യനാണ് ഗോവിന്ദാനന്ദ സ്വാമി. ഡോക്ടർ പൽപുവിന് മുമ്പ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിച്ചു. അപ്പോ എല്ലായിടത്തും നടന്നു, പല പല ആളുകളെ കണ്ടു, പല പല അനുഭവങ്ങളായി. ഇതൊക്കെയായിട്ട് അവസാനം തിരിഞ്ഞ് തന്റെ ഗുരുവിന്റെ മുമ്പിൽ വന്നു. ഗുരു എത്തി. അപ്പൊ ഗുരു പറയാ, എന്നിട്ട് ഗുരുവിനോട് അങ്ങോട്ടൊരാഗ്രഹം പറയാ, ഞാൻ ലോകം എല്ലായിടത്തും സഞ്ചരിച്ചു ഗുരു, പക്ഷെ അടിയനൊരാഗ്രഹമുണ്ട്. ഈ ചെന്നൈയിലെ, തമിഴ്നാടല്ലേ, കാഞ്ചിയിലെ ഒരു ആശ്രമം സ്ഥാപിക്കണമെന്നും കാഞ്ചിയില് സേവ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ എനിക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാം. കാരണം അവിടെ ചെന്നപ്പോൾ മാറാവ്യാധികളൊക്കെ പിടിച്ച്, പ്ലേഗ് പോലുള്ള രോഗങ്ങളൊക്കെ പിടിച്ച് അവശരും ദരിദ്രരുമായ ഒരു കൂട്ടം ജനങ്ങളെ സേവ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം അദ്ദേഹത്തിന് ചെറിയ പ്രായം മുതൽ വൈദ്യത്തിൽ ഇത്തിരി താല്പര്യമുണ്ടായിരുന്നു ഗോവിന്ദന്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കൂട്ടുകാരൻ്റെ വയറുവേദന മാറ്റാനായിട്ട് മരുന്ന് കൊടുത്തിട്ട് വന്ന് അമ്മയോട് പറഞ്ഞ ആളാ. അപ്പൊ പറഞ്ഞു, വൈദ്യത്തിൽ തന്നെ ഉപരി പരിശീലനം നേടിയിരുന്നു, നല്ല അറിവുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഈ കാഞ്ചീപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് ഗുരു ഒരു കുറച്ച് നാണയം എടുത്ത് കൊടുത്തിട്ട് ഗുരുവിന്റെ കൈനീട്ടമാണ്, അത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതുമായാണ് ഗോവിന്ദൻ ചെന്നൈയിൽ കാഞ്ചീപുരത്തിലേക്ക് യാത്രയാകുന്നത്. അവിടെ ചെന്ന് ആദ്യം ഉണ്ടാക്കിയത് ഒരു ആയുർവേദ ആശുപത്രിയാണ്. അങ്ങനെ അവിടെ പാവപ്പെട്ട ജനങ്ങളെ, പൈസക്കുള്ള സേവനമല്ല, സേവനമാണത്. അവരെയൊക്കെ ചികിത്സിച്ചു, അവർക്ക് ആശ്വാസം അരളി. പതുക്കെ അവിടെ ഒരു ശ്രീനാരായണ സേവാശ്രമം, മരുന്ന് നിർമ്മാണശാലയൊക്കെ തുടങ്ങി. ആശുപത്രി മാത്രമല്ല, മരുന്ന് ഉണ്ടാക്കുന്ന യൂണിറ്റൊക്കെ തുടങ്ങി. എന്നിട്ട് ശ്രീനാരായണ സേവാശ്രമം തുടങ്ങി. അവിടെ അത് ഉദ്ഘാടനം തന്റെ ഗുരുവിന്റെ കൈകൾ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ശിവഗിരി വന്ന് ഗുരുവിന്റെ കാറിൽ, ഗുരുവിന്റെ പിന്നെ അമ്പലം വിദ്യാനന്ദ സ്വാമികളൊക്കെ ഉണ്ട്, സംഗീത സ്വാമി എന്നറിയപ്പെടുന്ന ഗോവിന്ദാനന്ദ സ്വാമിയൊക്കെ കൂടെ നേരെ കാഞ്ചീപുരത്ത് ചെന്ന്, അപ്പോൾ സമീപസ്ഥങ്ങളായ മഠാധിപരെയൊക്കെ ക്ഷണിച്ചിരുന്നു. ഈ
തിരുവണ്ണാമലയിലെ മഠാധിപതി, അതുപോലെ തന്നെ ഏതാണ് കുറച്ച് സമീപസ്ഥങ്ങളായ ജില്ലയിലെ കോവിലൂർ മഠാധിപതി, അങ്ങനെയൊക്കെ. പക്ഷേ ഈ രമണാശ്രമത്തിലെ രമണ മഹർഷി മലയിൽ വന്നിരുന്നിട്ട് പിന്നെ ഇതുവരെയും മല വിട്ട് ഇറങ്ങിയിട്ടില്ല, രമണാചലം വിട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തൻ്റെ പ്രതിനിധിയായി പഴനിസ്വാമിനെ വിടുന്നുണ്ട്. പഴനിസ്വാമിയാണ് രമണ മഹർഷിക്ക് വേണ്ടി ആശ്രമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യഗണങ്ങളല്ല, ഈ മറ്റു മഠങ്ങളിൽ നിന്ന് വന്ന മഠാധിപര് പറഞ്ഞു, ഗുരു, ഞങ്ങളുടെ അടിയങ്ങളുടെ മഠം ഒന്ന് സന്ദർശിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, മലയാളത്തിലേക്ക് മടങ്ങിയിട്ട് ഒത്തിരി തിരക്കുണ്ട്, അതുകൊണ്ട് ഒരെണ്ണം നാം സന്ദർശിക്കാം. നറുക്ക് വരുന്നത് പളനിസ്വാമിക്കാണ്. അങ്ങനെയാണ് പളനിസ്വാമിയുടെ കൂടെ മാമ്പലം വിദ്യാനന്ദ സ്വാമി ഗുരു ഒക്കെ കൂടെ തിരുവണ്ണാമലയിലേക്ക് എത്തുന്നത്. അപ്പോൾ രമണ മഹർഷി ഒരിക്കലും മല ഇറങ്ങി വന്നിട്ടില്ല. പക്ഷെ ഗുരു വന്നതെന്നറിഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഗുരു ശിഷ്യഗണങ്ങളും കയറി മുകളിലെത്തിയിരുന്നു. അപ്പോൾ 1916 കാലഘട്ടമുണ്ടോ. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ഗുരു ഒരൊറ്റ നോട്ടം നോക്കിയുള്ളൂ. കാരണം വരുമെന്നറിഞ്ഞ് പ്രത്യേക സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. അയൽ ആശ്രമത്തിലെ ആ മഠത്തിൽ നിന്ന് ഗുരുവിന് ആവശ്യമായി ഗുരുവിന്റെ ആഹാര രീതിക്ക് അനുസരിച്ചുള്ള ആഹാരം അറേഞ്ച് ചെയ്തിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒരുക്കിയിരുന്നു ഈ ഗുരുവിനെ സ്വീകരിക്കാൻ. പക്ഷേ ശിഷ്യഗണങ്ങൾ വിചാരിച്ചു, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. എൻ്റെ ഗുരുവാണോ വലുത്, നിന്റെ ഗുരുവാണോ വലുത് എന്നൊക്കെ ചിലപ്പോൾ അറിയാതെയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവും ശിഷ്യഗണങ്ങളുടെ. പക്ഷെ ഗുരു വന്ന് ഒന്ന് നോക്കി രമണ മഹർഷിയെ ഒന്ന് നോക്കി നേരെ ഗുരു ചെന്ന് അവിടെ ആ ഒരു ചെമ്പകം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരിക്കുക. ആലോചിച്ച് നോക്കി, ഒരു വിശിഷ്യരായ എല്ലാവരും ആരാധനയോടെ നോക്കുന്ന ഗുരു വരുന്നിടത്ത് തെക്കും തിരക്കും ആ ഒരു നോട്ടം ഒന്ന് കിട്ടിയാൽ മതി. കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ പിന്നെ കഴിഞ്ഞു. ആ നോട്ടത്തിന് വേണ്ടി പോലും കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ഇടയില് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഗുരു വന്നിട്ട് രമണ മഹർഷി ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് പറയും, ഞങ്ങളുടെ ഗുരുവിനെ അപമാനിച്ചു എന്ന് പറയല്ലേ. പക്ഷെ ഗുരു ചെന്ന് അവിടെ ഇരുന്നു നിർവൃതി പഞ്ചകം രചിക്കുക. ഇവിടെയാണ് ഗുരു എന്ന ഋഷീശ്വരൻ ആരാണെന്ന് പറഞ്ഞു തരുന്ന വരികള്. പേരെന്താ, ജാതി എന്താ, എവിടെന്ന് വരുന്നു, ഇത്തരത്തിലുള്ള വാദങ്ങൾ അടങ്ങിയവനാണ് നിർവൃതി അനുഭവിക്കുന്ന ഋഷി. നാമ ദേശം എവിടുന്ന വരുന്ന, ഇപ്പോ നീ എന്ത് ചെയ്യുന്നു, ജാതി എന്താ. ആ കാലഘട്ടത്തിൽ ഒരാളെ കണ്ട ആദ്യം എന്ത് ചോദിക്കും, ജാതിയാ ചോദിക്കുന്നത്. ആരാ എന്ന് ചോദിച്ചാൽ ജാതി പറഞ്ഞോണം, അതാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളിൽ നിന്നും ശരിക്കും ഉയർന്ന ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ് രമണ മഹർഷി അല്ലേ. അപ്പോ ഇവിടെ പറയുകയാണ്, ഇത്തരത്തിലുള്ള വാദങ്ങളിൽ നിന്നും ആരാണോ ഉപരമിക്കുന്നത് അവനാണ് നിർവൃതി അനുഭവിക്കുന്നത്. ഒരു പരമാത്മ സ്വരൂപൻ അങ്ങനെ പറയാൻ പാടില്ല. ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ. കണ്ടപ്പോൾ എവിടുന്ന് വന്നെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നീ എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ നിന്റെ ശരീരം എവിടുന്ന് വരുന്നു എന്നല്ലേ. ശരീരബോധം വിട്ടവര് ശരീരം എവിടുന്ന് വന്നെന്ന് ചോദിക്കുമോ? ദേശബോധം വിട്ടവർ നീ ഏത് ദേശത്തുനിന്ന് വന്നെന്ന് ചോദിക്കുമോ? ദേശകാലങ്ങൾക്ക് അതീതനായ പരമമായ സത്യത്തെ അനുഭവിക്കുന്ന ഋഷിമാർ നമ്മെ ചോദ്യമില്ല. ചോദിച്ചു പോയാൽ കഴിഞ്ഞു അല്ലെ, ചോദിച്ചു പോയാൽ കഴിഞ്ഞു. അവിടെയാണ് ശ്രീനാരായണ ഗുരു എന്ന ഋഷീശ്വരൻ. അവിടെ പരമ ഋഷിയെ നമ്മൾ അറിയേണ്ടത് അങ്ങനെയാണ്. ഒന്നും ചോദിച്ചില്ല. അവസാനം നടക്കുന്ന സമയം ഉച്ചയായപ്പോൾ രമണ മഹർഷി നടക്കാനെന്ന് പോകുന്ന സമയത്ത് രമണ മഹർഷി സാധാരണ പോലെയാണ് പോവുക. നോക്കൂ, അപ്പോ ഈ നിർവൃതിയെ അനുഭവിക്കുന്നവർക്ക് ദേശമോ കാലമോ ഒന്നുമില്ല എന്ന് നിർവൃതി പഞ്ചകം എന്ന 5 ശ്ലോകം എഴുതി രമണാശ്രമത്തിലെ ഡയറിയിൽ കുറിച്ചിട്ടതിന് ശേഷം ഗുരുവും ശിഷ്യഗണങ്ങളും പോരുക. അപ്പൊ അവിടെ ഇരിക്കുമ്പോ തന്നെ ഗുരു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, കണ്ടുപോകും, രമണ മഹർഷിയെ കണ്ടുപോകുന്ന ചോദിക്കുന്നത്.
അപ്പൊ ശിഷ്യഗണങ്ങൾ പറയും, കണ്ടു സ്വാമി. ഗുരു പറയും, നാം മാത്രം കണ്ടില്ലല്ലേ. കാരണം അവര് കണ്ടത് ശരീരമല്ലേ, ബ്രഹ്മത്തിന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇവിടെയല്ലേ നമ്മൾ ഗുരുവിനെ അറിയേണ്ടത്. ഈ 5 ശ്ലോകം രമണാസനത്തിന്റെ ഡയറിയിൽ ഗുരു കുറിച്ചതിന് ശേഷം പോകുന്നത്. രമണ മഹർഷി ഗുരുവിനെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാം തിരിഞ്ഞവൻ പെരിയോർകൾ എന്നാ പറഞ്ഞത് അല്ലേ? ആത്മോപദേശ ശതകമൊക്കെ കേട്ടിട്ട്. അപ്പോ അതുപോലെ തന്നെ ഒരു കൃതിയാണ് മുനിചര്യാ പഞ്ചകം. ഒരു മുനിയെ നോക്കി കാണുന്ന അനുഭവമാണ്. 2 മണിക്കല്ല തുടങ്ങിയ ഒരു മുനിയെ നോക്കി കാണുന്നതാണ് മുനിചര്യാ പഞ്ചകത്തിൽ. വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മുനിചര്യാ പഞ്ചകം വായിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുള്ളവരുണ്ടോ? ആരാണെന്ന് അറിയണമെങ്കിൽ എപ്പോഴും പറയാം, വെറുതെ പറഞ്ഞാൽ പോലെ ഗുരുവിന്റെ കൃതികൾ പഠിക്കണമെന്ന് വെറുതെ പറയുന്നതല്ല. ഗുരു മുനിചര്യാ പഞ്ചകം എന്ന കൃതിയിൽ ഒരു ബ്രഹ്മനിഷ്ഠനെ വർണ്ണിക്കുകയാണ്. ഒരു മൗനം സ്വഭാവമായിട്ടുള്ള മുനിയെ വർണ്ണിക്കുന്ന കൃതിയാണ് മുനിചര്യാ പഞ്ചകം. ഞാൻ ഗദ്യപ്രാർത്ഥന എടുക്കാനായിട്ട് പഴന്തോട്ടം എന്നൊരു സ്ഥലത്ത് വാർഷികം അവരുടെ കൺവെൻഷനാണ്. അവിടെ പോയപ്പോൾ ശരിക്കും ദൃശ്യക്ക് അറിയാം, കോലത്തൂര് വന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. നല്ലതായിട്ട് ഒരു ഒത്തിരി സംസാരിക്കുന്നതിനൊരു ചുമയൊക്കെ വന്നിരുന്നൊരു സമയമാണ്. അപ്പൊ ഞാൻ ചൂടുവെള്ളമൊക്കെ ശരിക്കും അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ ഗദ്യപ്രാർത്ഥന എടുത്തിട്ടും ക്ലാസ് എടുത്തിട്ടും ഞാൻ വെള്ളം ക്ലാസ്സിൽ തൊട്ടില്ല. ശരിക്കും ഞാനല്ല ഗദ്യപ്രാർത്ഥനയുടെ സാറിനൊക്കെ അറിയാം. ഗദ്യപ്രാർത്ഥനയിലൂടെ നമ്മളങ്ങനെ കടന്നു പോകുമ്പോണ്ടല്ലോ ഗുരു എന്ന ചൈതന്യം ഇങ്ങനെ തെളിഞ്ഞ് അപ്പൊ അവര് പറയാ ഗദ്യപ്രാർത്ഥന ക്ലാസ്സാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചു, ഇതെന്ത് പ്രാർത്ഥിക്കാനാ, നാം ശരീരമല്ല, ഇതെന്ത് പ്രാർത്ഥിക്കാനാന്ന് ഭാരവാഹികളോട് എല്ലാവരും ചോദിച്ചു. പക്ഷെ ഗദ്യപ്രാർത്ഥന എടുത്ത് കേട്ട് കഴിഞ്ഞപ്പോ അവര് പറയാണ്, ഇതിൽ ഇത്ര ആഴം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ സാധാരണ എടുത്ത് വെക്കുന്ന സാറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സൊക്കെ വളരെ ആഴത്തിലാണ് സാറൊക്കെ പറഞ്ഞു പോകുന്നത്. അതായത് അത് ദാർശനികമായ ഒരു തലത്തിന്റെ ആഴത്തിലുള്ളവർക്ക് ഗദ്യപ്രാർത്ഥനയൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലേ? എന്നാലും മറ്റ് കൃതികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ മുനിചര്യാ പഞ്ചകത്തിൽ മുനിയെ വർണ്ണിക്കുന്നുണ്ട്. അത് പറയാ, ഭുജഃ കിമുപധാനദ കിമുനകുംഭിനീ മഞ്ജദ വ്രജേന്ദ്രജിനഹാരിണി സ്വപദപാതിനി മേദിനി മുനേരപരസംപദാ കിമിക മുക്തരാഗസ്യ തത്വമസ്യ ദിഗമാദയം സകലഭോഗ്യമത്യശ്നുതേ. അപ്പോ നമ്മുടെ മുന്നിലൂടെ ഒരു വടിയൊക്കെ കുത്തി ഒരു നേരിയ മുണ്ടൊക്കെ കൊടുത്ത് ലളിതമായി നടന്നു നീങ്ങിയ ഗുരു പറയാണ്, ആ ഗുരു നടന്നു നീങ്ങിയ വഴികൾ എത്രയാണെന്നറിയാം. ഒരൊറ്റ നടപ്പിന് തമിഴ്നാട് വരെ തിരുനെൽവേലി വരെയൊക്കെ പാതിരാത്രി 2 മണി 3 മണിക്കൊക്കെ നടന്നെത്തിയിട്ടുണ്ട്. ഒത്തിരി ആ നടപ്പിന്റെ ഇടയിലാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ വരുമ്പോഴ്, കാരണം മുനിക്ക് തന്നെ ഇല്ലാതാക്കാനും മുനിക്ക് പറ്റും. പക്ഷെ മുനി ഒരിക്കലും മുനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കാറില്ല. ലോകഹിതത്തിന് വേണ്ടി കൃപാലുത്വത്തോടുകൂടി സഞ്ചരിക്കുന്ന ഗുരുക്കന്മാര്, ഒരു കാലികൾക്ക് തീറ്റ വെച്ചിരിക്കുന്ന കാടിവെള്ളത്തിൽ നിന്ന് ചോറിന്റെ വറ്റെടുത്ത് മുണ്ടിൽ പിഴിഞ്ഞിട്ട് ഭക്ഷിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഗുരു പറയുന്നുണ്ട്, അതിന്റെ സ്വാദൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ? അപ്പോ അവിടുന്ന് നടന്നു നീങ്ങിയ വഴികൾ എത്രയാണ്. കാരുണ്യപൂർവം ഈ ലോകത്ത് നടന്നു നീങ്ങിയതിന് നമ്മള് ഈ ലോകം എന്താ തിരിച്ചു ഗുരുക്കന്മാർക്ക് കൊടുത്തിട്ടുള്ളത്? അവര് തന്നതൊന്ന് കരുണയോടെ സ്വീകരിക്കാൻ പോലും നമ്മൾ മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗുരു പറയാ, ഒരു മുനിക്ക് ഭുജഃ ഉപദാനദാം കിമുന, അതായത് തലയിണ വേണ്ട. ഭൂമി കിടക്കണമെങ്കിൽ കൈ ഇങ്ങനെ വളച്ചു വെച്ച് കരതലം തലയിണയാ
ഭുജക ഉപദാനദാം കിമുന. കിമുന അങ്ങനെയല്ലേ? എന്ത്? ഉപദാനം, തലയിണ. കൈ, ഭുജക കൈ. അപ്പോ കൈ തന്നെയാണ് തലയിണ. മുനിക്ക് സുഖഭോഗ വസ്തുക്കളോ ആഡംബര വസ്തുക്കളോ ഒന്നും വേണ്ട. നമ്മളൊക്കെ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കിടക്കെ കിടന്നാലും AC മുറി കിടന്നാലും ഉറക്കം വരില്ല. എന്താ കാര്യം? മനസ്സടങ്ങിയിട്ടില്ല അല്ലേ? ശരീരത്തെ സുഖിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏത് പാതയോരത്ത് കിടന്നാലും ഉറക്കം വരും അല്ലേ? മനസ്സടങ്ങിയവർക്ക്. അതാണ് ഗുരു പറയുന്നത്. ഭുജക ഉപദാനദാം കിമുന. തലയിണയാവുകയില്ലയോ കരുതലം. പിന്നെ പറയാ കുംഭിനി മഞ്ചദാം കിമുന. കുംഭിനി ഭൂമി. ഭൂമി തന്നെ മഞ്ചമാകുകയില്ലയോ, കട്ടിലാവുകയില്ലയോ? ഒരു മുനിക്ക് കട്ടിൽ ഈ ഭൂമിയാണ്. എവിടെ കിടന്നാലും ഉറങ്ങാം. തലയിണക്ക് പകരം കൈയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയും. അപ്പൊ അത് പഠിക്കുമ്പോഴാണ് നമ്മൾ എത്ര പുണ്യാത്മാക്കളെ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലമാണ് പാപമില്ലാത്ത സ്ഥലമാണ്. ഈ ഭൂമിയിൽ നമ്മളെ എത്ര നേരം, കാരണം മുനിയുടെ പാദം പതിഞ്ഞിട്ടുണ്ട് ഇവിടെ. മുനിയുടെ പാദം, അതായത് വ്രജിനഹാരിണി സ്വപദ പാതിനി മേദിനി. അത് നോക്കുമ്പോൾ സുധിഷ്ഠിയൊക്കെ എന്ത് ഭാഗ്യവാനാ. എത്ര വർഷമായി ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്. എന്നും ഭഗവാനെ ആരാധന ചെയ്യാം, എന്നും തൊഴാം. ഉത്സവമാകുമ്പോൾ ഭഗവാന്റെ തിടമ്പെടുക്കാൻ അകത്ത് കയറാം. ഫുള്ള് ഇങ്ങനെ സമർപ്പണമാണ്, പുണ്യജന്മമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ പാദം പതിഞ്ഞ ഭൂമി പാപമില്ലാത്ത മണ്ണാണ്. അവിടെ ചവിട്ടുമ്പോൾ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഇല്ലാതെയാവും. അതാ പറഞ്ഞത് വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. സ്വപദങ്ങൾ പതിഞ്ഞ മേദിനി ഭൂമി. വ്രജിനഹാരിണി പാപമില്ലാത്തതായി വ്രജേത് ഭവിക്കുമെന്ന്. ആരുടെ പാദം പതിഞ്ഞ മണ്ണ്? ഒരു മുനിയുടെ പാദം പതിഞ്ഞ മണ്ണ് പാപരഹിതമായി ഭവിക്കയില്ലയോ? എന്നും വന്ന് വണങ്ങാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയാല്, അപ്പൊ നമ്മൾ ജീവിക്കുന്നത് പൂത്തോട്ടയുടെ മണ്ണിലാണ്. പൂത്തോട്ടയുടെ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഈ ഗുരുവിന്റെ പാദം പതിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ഗുരു തന്നിട്ടുള്ള ഒരു ശ്രീവല്ലഭ പ്രതിഷ്ഠ നമുക്ക് ആദ്യകാലങ്ങളിൽ തന്ന ഒരു പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടെ നിരവധിയായ വിദ്യാലയ സമുച്ചയങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ഇവിടുന്ന് അവിടെ വന്നിരുന്നു അല്ലേ? അവരുടെ ഇവിടെയൊക്കെ സംഘം എത്തി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ധന്യമായ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ തിരുസന്നിധിയിൽ എത്തിയിട്ട് എന്നെ ആ ക്ഷേത്ര സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് എന്നോട് ഇവിടെ കുന്നുംപാറയിൽ വരണം ടീച്ചറൊന്നും ക്ഷണിച്ചപ്പോൾ ഞാൻ ഓർക്കുക, ഈ ജന്മം ഇതോടെ ഇനി അങ്ങ് തീർന്നാലും ഭഗവാനെ, എത്ര പുണ്യമായ ഒരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. ഞാൻ ഓർക്കുക, കുന്നുംപാറയിൽ നിന്ന് വന്നൊരു ടീമുണ്ടായിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ ഞാനത് പൂത്തോട്ടക്കാരോടും പങ്കുവച്ചിരുന്നു. ഇങ്ങനെ ഒരു സുവർണ അനുഭവം, അതൊരു നിയോഗം തന്നെയാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഭഗവാനെ സർവദാ ഹൃദയത്തിൽ ഏറ്റുകയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ. അതുപോലെ കോലത്തിൽ ഞാൻ 2 പ്രാവശ്യം ഉത്സവത്തിന് പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്, ഒരു ചതയ പ്രഭാഷണത്തിന്. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു അതിനൊക്കെ. അതൊക്കെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. നിങ്ങളിവിടെ ഇരുന്ന് സഫലമാകാനുള്ള കാര്യം ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ? ഇത് നമുക്ക് എല്ലായിടത്തും നിന്നും കിട്ടുകയില്ല, ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ. ബാക്കി വെക്കലും വിളമ്പലും കഴിക്കലൊക്കെ നമ്മൾ എന്നും നടത്തുന്നതാണ്. പക്ഷെ അതല്ല, ജന്മത്തിന്റെ സഫലതയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? മനുഷ്യജന്മം കിട്ടിയിട്ട് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഗുരു പറയണത്, വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. മുനിയുടെ പാദം പതിഞ്ഞ മണ്ണ് പാപരഹിതമായി ഭവിക്കുകയില്ലയോ? ഗുരു പറയാ, മുനേഹേ അപരസമ്പദാക്കിം. ഒരു മുനിക്ക് ഈ ലോകത്ത് മറ്റെന്ത് സമ്പത്ത് കൊണ്ടും എന്ത് പ്രയോജനം? കാരണം എന്താ? മുക്തരാഗനാണ്. ഒരാഗ്രഹവുമില്ല മുനിക്ക്. കാര്യം മുനിയായ ശ്രീനാരായണ ഗുരുദേവൻ എല്ലായിടത്തും ഭിക്ഷാന്തേഹിയായിട്ടുണ്ട് അല്ലേ?
എന്തിനായിരുന്നു ഭിക്ഷ ചോദിച്ചത് ഗുരു? ക്ഷേത്രങ്ങള്, വിദ്യാലയങ്ങള്, ആശ്രമങ്ങള്, മഠങ്ങള് എല്ലാം അവിടെ നമുക്ക് തന്നു അല്ല. അതിനു വേണ്ടി ഭിക്ഷയായി കിട്ടിയത് വിഭക്ത്രേ നമ, എല്ലാവർക്കും വിഭജിച്ചു തന്നു. അത് ഗുരുവിന് വേണ്ടിയിട്ടായിരുന്നു ആ ധനസമ്പാദനം ചെയ്തത് അല്ല. ഈ സമൂഹത്തിൽ ലോകത്തിന് വേണ്ടി, ലോകസേവാ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗുരു ഭിക്ഷാന്ന വിഭക്തനായി മാറിയത്. അപ്പോ ആ കാലഘട്ടത്തിൽ ഗുരുവിനെ പോലെ സമ്പന്നൻ ആരുണ്ടായിരുന്നു അല്ലേ? നമ്മളെപ്പോഴും പ്രഭാഷണത്തിൽ കേൾക്കാറുണ്ട്, പിന്നെ മലയാള മനോരമയുടെ മാമൻ മാപ്പിള കഴിഞ്ഞാൽ പിന്നെ കാറുണ്ടായിരുന്നത് ഗുരുവാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്. സ്വന്തം കാറിലല്ലേ തിരുവണ്ണാമലയിൽ പോയത് ഗുരു അല്ലെ? പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താ, ഒരല്പമായ ഒരു വേഷവും അല്ലെ, അല്പം ഒരു വസ്ത്രം, ആഡംബരങ്ങളൊന്നുമില്ല അല്ലെ? അതല്ലേ ഗുരു പറഞ്ഞു. എന്താണ് മൻപാ, അതെങ്ങനെ തുടങ്ങുന്നത്? മൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ആരാന്നല്ലോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. ആശാൻ പറഞ്ഞത് ഈ വൻപ് വെടിഞ്ഞുള്ളവർ ഗുരുവിനെ പോലെ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. വൻപില്ല, എത്രയോ സമ്പത്തിനുടമയായിരുന്നു ഗുരു, എത്രയോ സമ്പത്തിനുടമയായിരുന്നു. ആ ഗുരു ചോദിക്കുക, ഒരു മുനിക്ക് മറ്റുള്ള സമ്പത്ത് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു ആഗ്രഹവുമില്ല മുനിക്ക്. ആ മുനി ഇരിക്കുന്നത് തത്വമസിയിലാണ്. തത്വമസ്യധികമാകും ഞാനും നീയും ഞെരുക്കെ കലർന്നുകൊണ്ട് ദൈവമേ നിനയ്ക്ക് നീയും ഞാനും ഒന്ന് തന്നെ എന്ന അനുഭവത്തിൽ ഇരിക്കുന്ന മുനിക്ക് സകല ഭോഗ്യം അത്യാവശ്യമില്ലേ? ഈ ലോകത്തിലെ സകല സുഖഭോഗ വസ്തുക്കളെയും അതിക്രമിച്ചിരിക്കുന്നു. അതിനൊക്കെ അപ്പുറമായ ആത്മാനന്ദത്തിലിരിക്കുന്നവനാണ് മുനി എന്ന് ഗുരു പറയുമ്പോ ഈ ഗുരു ആരാണെന്ന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ആത്മീയ ആനന്ദത്തിലിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ പരമ്പൊരുളായ ഋഷീശ്വരനാണ്. നമ്മുടെ മുന്നിലേക്ക് നടന്നു നീങ്ങുന്ന ഗുരു ജ്ഞാനം തന്നെയാണ്, ജ്ഞാനിയല്ല എന്നാണ് നമ്മൾ അറിയുന്നത്. അതാണ് ഗുരു പറഞ്ഞത്. സ്വവേശ്മനി മുനിചര്യപഞ്ചക അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാ? സ്വവേശ്മനി മനി തഥാ പുളിന ഭൂമിഷു പ്രാന്തരേ കൊവാവസത യോഗിനോ വസതു മാനസം ബ്രഹ്മണി. ആലോചിച്ച് നോക്കി, സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ആശ്രമത്തിലോ വനാന്തരങ്ങളിലേക്ക് നടന്നിട്ടുണ്ടല്ലേ? നമ്മുടെ ശിവലിംഗദാസ സ്വാമികളെ കൊണ്ട് കാട്ടിലൂടെ നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കള്ളിയങ്കാട്ട് ദേവിയുടെ പിന്നെ യക്ഷിത്തറയിലൊക്കെ പോയി കിടന്ന കാര്യം ഓർമ്മ വായിച്ചിട്ടുണ്ട് അത് അല്ലേ? പേടിയാവുമ്പോൾ നമ്മെ കെട്ടിപ്പിടിച്ച് കിടന്നു എന്ന് പറയല്ലേ? ഒരു പിതാവിനെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നു. രാത്രി ആയപ്പോ ആരെ കാണാനില്ല, ഗുരുവിനെ കാണാനില്ല. അയ്യോ ജീവിതം ഇപ്പോഴേ യക്ഷി വന്ന് എൻ്റെ കഴുത്ത് കീറി എൻ്റെ അവയവങ്ങൾ ഓരോന്നായി വേർപെടുന്നത് ഇങ്ങനെ കണ്ണിൽ കണ്ട് ആ പേടിച്ചിരുന്ന ശിവലിംഗദാസ സ്വാമികളുടെ അടുത്തേക്ക് ഭയന്നു പോയോ എന്ന് ചോദിക്കുന്നല്ലേ? എന്തിനായിരുന്നു അത്? ഭയം മാറ്റി ശിഷ്യന്റെ ഭയം മാറ്റി ലോകസംഗ്രഹ പ്രവർത്തനത്തിന് ശിഷ്യനെ പ്രാപ്തനാക്കാൻ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്, രണ്ടല്ലേ ഭയത്തിന് കാരണം, രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് ഉള്ള ആ ഒരു ബോധത്തിലേക്ക് ശിഷ്യനെ എത്തിക്കണം. എന്താണെന്നറിയോ? ഇളയ കുട്ടിയായതുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് എപ്പോഴും ഉറങ്ങിയിരുന്നതാണ് തൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഗുരു ആശ്രമത്തിലേക്ക് അരുപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആദ്യത്തെ ദിവസം ആ കനമ്പൊക്കെ വെച്ച് ചെറിയൊരു ആശ്രമം പോലെ ഒരു മറ, അപ്പൊ കിടന്ന് ഏങ്ങലടിച്ച് കരയുക രാത്രി. അപ്പോ എന്താ ചോദിച്ചാൽ പറയും, അമ്മയെ അല്ലെങ്കിൽ ചേട്ടന്മാരെ അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ച ഉറങ്ങാറ്, എനിക്ക് പേടി വരണോ? അപ്പൊ ഗുരു പറയണെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന് ഗുരു പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ് ഗുരു പറയുന്നത്, മാതാവേ പോൽ മനസ്സിൽ കരുണ അല്ലെ, ജനകനെ പോലവേ ക്ഷേമചിന്ത. എന്താണ് സർവലോകാനുരൂപനായ മഹാഗുരുവിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആനന്ദം നിറഞ്ഞ് വരികയാണ്. അപ്പോൾ അത്രയ്ക്കും എവിടെ ഇരുന്നാലും ശിവലിംഗദാസ സ്വാമികളൊക്കെ അത് അനുഭവിച്ചവരാണ്. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ശിവലിംഗദാസ സ്വാമികളുടെ സമാധി ദിനത്തില് തൃശ്ശൂർ ചാവക്കാട് ശിവലിംഗദാസ സ്വാമികളെ കുറിച്ചൊരു ക്ലാസ്സിന് പോയിരുന്നു.
ശരിക്കും സ്വാമികളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോണ്ടല്ലോ, നമ്മളാരും ഗുരുവിൻ്റെ ശിഷ്യന്മാരെയോ അവരുടെ കൃതികളെയോ ഒന്നും വേണ്ട വിധത്തിൽ പഠിക്കാനോ തയ്യാറായിട്ടില്ല. അനേകം കൃതികൾ എഴുതിയിട്ടുണ്ട് ശിവലിംഗദാസ സ്വാമികൾ. ഇപ്പൊ കുളത്തൂരൊക്കെ ആണെങ്കിൽ തന്നെ ഗുരു പ്രതിഷ്ഠയൊക്കെ നടത്തി. പക്ഷെ അവിടെ ഒരു ജനകീയമായ ഒരു കേന്ദ്രമാക്കി അതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കണമെങ്കിൽ കാടും മൂടി സർപ്പക്കാവായി കിടന്നിരുന്ന ഒരു സ്ഥലത്തെ വലിയൊരു പ്രദേശമാക്കി മാറ്റണമെങ്കിൽ ശിഷ്യനെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ആഹാരത്തിന് വകയില്ല, അതുണ്ടാക്കണം, കിടപ്പിടം വരെ ഉണ്ടാക്കണം, അല്ലേ? ഇതെല്ലാം ഉണ്ടാക്കണം. ആ സങ്കേതത്തിൽ ആ സർപ്പക്കാടിന്റെ ഒരു കമ്പ് ഗുരു വെട്ടിക്കൊടുത്തു. ബാക്കിയൊക്കെ ഗുരു വെട്ടിയ പിന്നെ വെട്ടാൻ ആളുണ്ടല്ലേ, അപ്പോഴും അവിടെ സർപ്പം വരുന്നുണ്ട്. ആ കഥ ഞാൻ പറയുന്നില്ല. ശരിക്കും എന്നും സർപ്പം വരുമ്പോൾ പറയണ്ട, അവരോട് പൊക്കോളാൻ പറയൂ, നീ താമസിക്കേണ്ടത് കാട്ടിനാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പോഴും സർപ്പം പോകുന്ന ആ ഒരു കഥയൊക്കെ ഇത് നമ്മൾ ഓർക്കും കഥയാണോ? പക്ഷെ ഇത് കഥയല്ല. ഇത് ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കഥയല്ല, കാര്യം തന്നെയാണ്. കാരണം എല്ലാത്തിനും അറിയാവുന്ന മഹാഗുരുവാണല്ലോ, എല്ലാത്തിനും എല്ലാവരെയും നിയോഗിക്കുന്നത്. അപ്പോൾ ശിവലിംഗദാസ സ്വാമികൾ അവിടെ നിന്നാണ് പിന്നെ ദേശം മുഴുവനും കറങ്ങുന്നുണ്ട്. ദേശം ചാവക്കാടൊക്കെ, തൃശ്ശൂർ ചാവക്കാടൊക്കെ ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെയൊക്കെ എടുത്ത് പഠിപ്പിച്ചു. വീട്ടമ്മമാരെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു അമ്മയുടെ ഗുണഗണങ്ങളാണ് ആ കുട്ടിയെ സ്വാധീനിച്ചത്. അമ്മയെ കുറിച്ചാണെന്ന് പറഞ്ഞതെന്ന് വേണേ പറയാം. കുടുംബിനികൾക്ക് ക്ലാസ് എടുക്കുക, സ്ത്രീമിത്ര ശതകം എന്ന കൃതി രചിച്ചിട്ടുണ്ട്. SNDP യോഗത്തിന്റെ 1ാം വാർഷികത്തിൽ ഞാൻ മുനിചര്യ പഞ്ചകത്തിൽ നിന്ന് പോണേന്ന് ഓർമ്മ വേണേ. SNDP യോഗത്തിന്റെ 1ാം വാർഷികത്തിൽ സ്ത്രീകളുടെ സമാജം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് ശിവലിംഗദാസ സ്വാമികൾ രചിച്ച കൃതിയാണ് സ്ത്രീമിത്ര ശതകം. അതിലെ ഒരു കുടുംബിനിയുടെ എന്താ പറയാ, ക്ഷമയും സഹിഷ്ണുതയുമാണ് ഒരു കുടുംബത്തിന്റെ വ്യക്തമായ നിലനിൽപ്പിന് കാരണമെന്ന്, അടിത്തറയെന്ന് ആ കൃതിയിലൂടെ ശരിക്കും പറയുന്നുണ്ട്, സ്ത്രീമിത്ര ശതകത്തിലൂടെയൊക്കെ. അപ്പോൾ ഗുരു വാർത്തെടുത്ത ഓരോരുത്തരും ഈ ലോകസംഗ്രഹ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവരെ സജ്ജമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ശ്രേഷ്ഠരായ ശിശുഗണങ്ങൾ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, വീട്ടിലിരുന്നാലും വനത്തിലിരുന്നാലും നദീതീരത്തിലിരുന്നാലും എവിടെ വസിച്ചാലും കുവാവസത്തു, എവിടെ വസിച്ചോട്ടെ, മാനസം ബ്രഹ്മണി, മനസ്സ് എവിടെ ഇരുന്ന് ബ്രഹ്മത്തിൽ നിർലീനനായിട്ട് ഇങ്ങനെ ആനന്ദ ചിത്തനായിട്ട് കൂടി ഇരുന്ന്. അതുകൊണ്ടാണ് അല്ലെ മാനസം ബ്രഹ്മണിയ. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തെ സത്യസ്ഥിതി അറിഞ്ഞതുകൊണ്ടാണ്. മരുമരീചിക സദൃശം, മരുഭൂമിയിലെ കാനൽ ജലം പോലെ ആണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും മരുഭൂമിയിൽ കാനൽ ജലം ഉണ്ടായിട്ടില്ല, നമ്മുടെ ഭ്രമമാണ്. അതുപോലെ ഈ ലോക ജീവിതം സത്യമെന്ന് കരുതി ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ മാത്രമാണ് സത്യമെന്ന് കരുതി മുറുകെ പിടിച്ചുകൊണ്ട് ഗുണം കെട്ട് ദുഃഖിച്ചു പോകാതെ അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ ജന്മം തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ആശ്രമം എന്ന കൃതി. അങ്ങനെ തന്നെയാണ് തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു അദ്വൈത ആലുവ ധർമ്മസംഘത്തിന് തിരുകൊളുത്തുന്നുണ്ട് 1925. എന്നിട്ട് ആശ്രമ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുവാൻ ഗുരു പറഞ്ഞു. പക്ഷെ ആരും എഴുതിയില്ല. ഗുരു തന്നെ 5 ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ട് ആശ്രമം എന്ന കൃതി, അതിനകത്ത് ഒരു ആശ്രമത്തിലെ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് വളരെ വ്യക്തമായി ഗുരു പറയുന്നുണ്ട്. ആശ്രമേസ്മിൻ ഗുരു കശ്ചിത്, ഒരു ഗുരു ഉണ്ടാകണം. ആ ഗുരു വിദ്വാനായിരിക്കണം, മുനിയായിരിക്കണം, ഉദാരബുദ്ധിയുള്ളവനായിരിക്കണം, സമദൃഷ്ടിയായിരിക്കണം, ശാന്തവും ഗംഭീരവുമായ മനസ്സുള്ളവനായിരിക്കണം. എത്ര വലിയ ആശയ ഗുരു പറഞ്ഞത്. പിന്നെ ഗുരു ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താന്ന് പറയട്ടെ, ഇന്ന് ഈ ലോകത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേറെ വേറെ സഭകളും ആശ്രമങ്ങളും എല്ലാം ദിക്കുകൾ തോറും ഉണ്ടാകണം. ആരും ഇവിടെ തെരുവിൽ അറിയേണ്ടി വരരുത്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാമനീഷി
കുറച്ചു കാലം കൂടി ആ ശരീരത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതുമൊക്കെ സഫലീകരിച്ചത് അല്ലേ. ഒരു കർമ്മം തീർത്ത് മടങ്ങി ബാക്കി പൂർത്തീകരിക്കേണ്ടതാണ് ശിഷ്യഗണങ്ങളെല്ലാം അല്ലേ. ഒരു പറയാണ് യദ്വതത്രൈവ തത്വച്ച. ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ചു, മഠ സ്ഥാപിച്ചു, അനാഥാലയം സ്ഥാപിച്ചു. എന്നിട്ട് പറയാ ഇവിടെയുള്ളതുപോലെ എല്ലായിടത്തും ആശ്രമങ്ങളും സഭകളും ഉണ്ടാകണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ആശ്രമങ്ങളും സഭകളും ഉണ്ടാകണം. ആരും ഇവിടെ തെരുവിൽ അലയേണ്ടി വരുന്നു. ഓർക്കണം, 1967 ഐക്യരാഷ്ട്രസഭ സ്ത്രീ ക്ഷേമ ബില്ല്, സ്ത്രീ സുരക്ഷാ ബില്ല് പാസ്സാക്കുന്നു. 69 അതിൽ പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണവും അതിൽ പറയുന്നത്. പക്ഷെ അതിന് 39 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓർത്തോളം അത് നടപ്പിൽ വരുത്തി. ബില്ല് പാസ്സാക്കുകയല്ല ചെയ്തത്, അത് നടപ്പിൽ വരുത്തിയിട്ട് ഗുരു പറഞ്ഞു ഒരാളും തെരുവിലലയുന്നു. ഒരു മുനിയായിട്ട് ആശ്രമത്തിൽ ഇരിക്കുകയല്ല ഗുരു ചെയ്തത് അല്ലേ. അല്ല, ഗുരു ലോകത്ത് സർവ്വലോകാനുരൂപനായി ഗുരു പ്രവർത്തിച്ചു. ഇപ്പൊ ആലുവയിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ സമാധിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് 35 ഏക്കറോളം സ്ഥലമുണ്ട്. അത് ഈ ഒരു വേലു എന്ന് പറയുന്ന ഒരാള്, ഇങ്ങനെ തന്നെ തോന്നുന്ന പേര്, അദ്ദേഹം ഒരു ഒരു കുറ്റവാളിയായിരുന്നു. ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ച് വന്ന ഒരു കൊലപാതകി. അപ്പൊ അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് നിന്ന് വന്നു, ഗുരുവിനോട് സംസാരിച്ചു. ഗുരുവിന്റെ മുമ്പിൽ കൊലപാതകയും ഒന്നുമില്ല അല്ലെ, എല്ലാവരും ഒന്നാം. ഗുരുവിനോട് സംസാരിച്ചതിന് ശേഷം ആ വ്യക്തിയിൽ വന്ന മാറ്റമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഗുരുവിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണ്. ആ സമ്പത്താണ് ഇന്നിപ്പോ ആലുവയിലുള്ളത്. അതാണ് ആരാരൊക്കെ ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് വന്നുവിടുന്നോ അവരൊക്കെ ആ കാരുണ്യം അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലേ. ഇത്രയും കള്ളനും കൊലപാതകയും കൂടെ ഒക്കെ തിരുനോട്ടം കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കുന്ന ഗുരുവിന്റെ ആ ഒരു ചൈതന്യം ആലോചിച്ച് നോക്കിയേ. ചക്ക മോഷ്ടിക്കാൻ വന്നവനോട് എന്താ പറഞ്ഞേ? എന്തിനാ കുഞ്ഞെ പകല് വന്നെടുത്തൂടെ, നിന്റെ കാലിലും എല്ലാം അല്ലേ മറ്റു ജന്തുക്കൾ കടിച്ചു, നിനക്ക് കുഴപ്പമാവില്ല എന്നാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരു ഈ ലോകത്തെ കണ്ടത് ആത്മസ്വരൂപമായിട്ടാണ് എല്ലാവരെയും ഗുരു കണ്ടിരിക്കുന്നത്. ഒരാളെയും ഭിന്നമായി കണ്ടിട്ടില്ല, തന്നിൽ നിന്ന് അന്യമായി ആരെയും കണ്ടിട്ടില്ല. അതാണ് ഗുരുവിന്റെ ഈ ആശ്രമവും മുനിചര്യാ പഞ്ചകവും നിർവൃതി പഞ്ചകം പോലെയുള്ള കൃതികൾ. ഇനി അതായത് എപ്പോഴും സ്തുതിപരമായ കൃതികൾ അല്ലെ, എപ്പോഴും നമുക്ക് ഒരു ദേവീ സ്തുതിപരമായ ഒരു പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നവരാത്രി കാലഘട്ടങ്ങളിൽ നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലും? നിങ്ങൾ സത്യസന്ധമായ ഉത്തരം പറയാൻ പാടുള്ളൂ. അതിപ്പോ ഇവിടെ ഇരുന്നിട്ട് പറയണല്ലേ, നിങ്ങൾ അതാ ചൊല്ലാറുള്ളൂ. ജന്നി നവരത്നമഞ്ജരി ചൊല്ലാറുള്ളൂ. ഭദ്രകാളി അഷ്ടകം, ജന്നി നവരത്നമഞ്ജരിയൊക്കെ ചെല്ലുന്ന ഗുരുവിന്റെ കുട്ടികളാണ് നിങ്ങൾ അല്ലേ. ദേവി സ്തവമൊക്കെ ചൊല്ലും, ദേവി പ്രണാമ, ദേവി അഷ്ടകം ഒക്കെ ചൊല്ലും അല്ലേ. പക്ഷേ സാധാരണ ഞാൻ ചോദിക്കുമ്പോൾ വേദികളിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത് എന്താ പറയുക? ലളിതാ സഹസ്രനാമം. അത് വേണ്ടെന്നല്ല കേട്ടോ, അത് നല്ല ചൊല്ലേണ്ട കൃതിയാണ്. ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം പോലെയുള്ള കൃതികളാണ് നവരാത്രി കാലഘട്ടങ്ങളിൽ ചൊല്ലാറ് അല്ലേ. ഇതാണ് ചൊല്ല, അതായത് 1000 സഹസ്രനാമങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്, അർച്ചന ചൊല്ലാറുണ്ട്. എന്തിനാ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ, നാമജപങ്ങൾ ശീലമാക്കണം. ലളിതാ സഹസ്രനാമം അസൽ ദേവി സ്തുതിയാണ്. ഈ 1000 സഹസ്രനാമങ്ങളിലായി പറയുന്നത് ദേവിയുടെ സ്ഥൂല രൂപം, അതായത് സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കരയെ കങ്കണം കിങ്കിണി ഒക്കെ ഗുരു പറഞ്ഞ പോലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ ഒരു രൂപം, സ്ഥൂല രൂപം. സൂക്ഷ്മ രൂപം, അത് മന്ത്രഘടിതമായ ഒരു രൂപമുണ്ട് ദേവിക്ക്, അതായത് ഷോഡശി മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ഉച്ചരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, കുറച്ച് താന്ത്രികമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, പരമാത്മ സ്വരൂപം. 5 രൂപങ്ങളുണ്ട്. അല്ല
മിക്കവാറും ദേവിയുടെ സ്ഥൂല രൂപത്തെ ആരാധിക്കുന്നവരാണ് അല്ലെ. മനോഹരമായി അണിയിച്ചൊരുക്കി വിഗ്രഹങ്ങള് ദേവിക്ക് നല്ല മാലയൊക്കെ ചാർത്തി കിരീടമൊക്കെ ചാർത്തി എന്തൊരു ഭംഗിയ ദേവിയെ കാണാൻ അല്ലെ. ദേവിയുടെ രൂപം അതല്ല, സ്ഥൂല രൂപം. ഓരോ കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം പോകുന്നു. സൂക്ഷ്മത്തിലെ സൂക്ഷ്മതലം, സൂക്ഷ്മതമം, കുണ്ടലിനി രൂപമൊക്കെയാണ് സൂക്ഷ്മതമം. അത് കഴിഞ്ഞ് പരിശുദ്ധ ബ്രഹ്മസ്വരൂപിണിയായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഓരോ ഘട്ടം ഘട്ടമായി പറഞ്ഞ് 1000 നാമങ്ങളെല്ലാം എത്തുമ്പോഴാണ് നമ്മൾ ഇതിലെത്തുന്നത്. പക്ഷെ ഗുരു ഈ ശാക്തേയ പ്രസ്ഥാനത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 ഗ്രന്ഥങ്ങളുണ്ട്. ലളിതാ സഹസ്രനാമം അത് ഭാരതത്തിൽ അറിയപ്പെടുന്നതാണ്. ലളിതാ സഹസ്രനാമം, സൗന്ദര്യ ലഹരി, ദേവി മഹാത്മ്യം, ശങ്കര ഭഗവത്പാദരുടെ സൗന്ദര്യ ലഹരി. ഞാൻ എന്തിനാ ഇത് പറയണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഈ 3 ഗ്രന്ഥങ്ങളുടെയും സത്ത എടുത്തിട്ട് എന്താണ് ഒരു മനുഷ്യൻ അറിയേണ്ടത് അതെടുത്തിട്ട് ഗുരു 9 ശ്ലോകങ്ങളിലായിട്ട് ജനനീ നവരത്ന മഞ്ജരി എന്ന വേദം തന്നിട്ടുണ്ട്. 1000 സഹസ്രനാമം ചൊല്ലണ്ട, ദേവി മഹാത്മ്യത്തിലെ 10ഓളം അധ്യായങ്ങൾ ചൊല്ലണ്ട. ഇതെല്ലാത്തും കൂടി ചേർത്തുകൊണ്ടൊരു നിത്യകുംഭം പോലെ 9 രത്നം സദൃശമായ പൊങ്കുല തന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയണതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ കഴിഞ്ഞിടക്ക് ദേവി പ്രണാമ ദേവീഷ്ടകത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ജനനീ നവരത്ന മഞ്ജരി ഒക്കെ കോട്ടയത്ത് പോയപ്പോൾ എടുത്തതാണ് അല്ലേ. ഭാസ്കരൻ ഉണ്ടായിരുന്നു ദേവി പ്രണാമ ദേവീഷ്ടകത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലാസ് റെഫറൻസ് ചെയ്യുമ്പോഴാണ് ഗുരുവിന്റെ ഒരു വാക്ക് വിശദീകരിക്കാൻ സൗന്ദര്യ ലളിതാ സഹസ്രനാമത്തിന് എത്ര വരികള് അതിൻ്റെ ആശയമാണെന്നറിയാമോ? ഒരു വാക്കിൽ ഗുരു തന്നെ സത്യമാണ്. എവിടെയെങ്കിലും പാരായണമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓടുമ്പോൾ ഇതൊക്കെ ഒരു മൂലക്കെട്ട് മാറ്റി വെച്ചിട്ട് ഓടുമ്പോൾ വേദത്തെ കാച്ചി കുറുക്കി ഒരു 3-4 ദേവീ സ്തുതികളായിട്ട് നമുക്കിങ്ങനെ തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടത് പഠിക്കണം. എന്താണോ നമ്മൾ അറിയേണ്ടത് അത് അതിലുണ്ട്. കാരണം ദേവി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിന്റെ ശക്തിയാണ്. ബ്രഹ്മത്തിന്റെ ശക്തിയാണ് ദേവി. അതായത് ശിവന് ശക്തിയില്ലാതെ ചലിക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മള് പ്രാർത്ഥിക്കണം. അർത്ഥനാരീശ്വര സങ്കല്പം അതാണല്ലോ. അപ്പൊ അതുപോലെ ഈ ജഗദീശ്വരന്റെ ശക്തി ചലിച്ചതാണ് ഈ പ്രപഞ്ചം. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലും പുറത്തുമൊക്കെ ഈ ശക്തിയെ സ്പന്ദിക്കുന്നത്. ഈ ശക്തിയാണ് ഈശ്വരന്റെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നുമില്ല. പിന്നെ നമ്മൾ ശക്തി സ്ത്രീലിംഗ പദമായതുകൊണ്ട് ദേവീ രൂപത്തിൽ ആരാധിക്കുന്നു, അത്രയേ ഉള്ളൂ. ജഗദീശ്വര ശക്തിയാണ് ദേവീ സങ്കല്പം എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഒരു ശാഖയെ തന്നിട്ട് ഗുരുവായിട്ടാ തന്നല്ലേ. ശിവഗിരിയിൽ ഗുരുവായിട്ടാ തന്നത്, അറിവിന്റെ ശക്തിയായിട്ടാ ദേവി തന്നത്. നിങ്ങള് ദേവി മഹാത്മ്യം എടുത്തിട്ട് നോക്കൂ. അതിനകത്ത് ഓരോന്നും പറയേണ്ട ബുദ്ധിയായതും നീയേ, ശക്തിയായതും നീയേ, ശ്രദ്ധയായതും നീയേ അല്ലെ, ഓരോ ചേതനയായതും നീയേ. ഇത് അർത്ഥം എന്താ? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സമസ്ത ചരാചരങ്ങളും ബ്രഹ്മശക്തിയായ ദേവി തന്നെ. അതിനെ ഗുരു ദേവി സ്തവത്തിൽ തുടക്കത്തിൽ തന്നെ ഗുരു പറയുക, എല്ലാം നീ ആയതുകൊണ്ട്, ഈ കാണുന്ന സകലതും ഈശ്വര ശക്തി ആയതുകൊണ്ട് ഞാൻ എന്തിനു വർണ്ണിക്കാനാ? ദേവിയായിട്ട് എന്തിനു വർണ്ണിക്കാനാ? ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിനും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടെങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി. പൊന്നിൻകനി പരമാത്മ ചൈതന്യത്തെ വിളിക്കുന്ന പൊന്നിൻകനി കാർക്കൊണ്ടലേ. ഇത് എന്തൊരു അരുമയാർന്ന പദങ്ങളാ. എന്നിട്ട് പറയാ, എല്ലാം നീയാണെങ്കിൽ ഒരു രൂപമെടുത്ത് ദേവിയായിട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നിട്ട് പറയാ, എന്റെ മനസ്സ് ഇവിടെ ഇരുന്നോണം. ഇനിയും അനേക രൂപത്തിൽ ഓടി നടന്ന് കുതികൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങ് നിൻ പദതാരടുത്ത് പദമൂന്നണം. ഓടല്ലേ, ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കൂ. എന്നിട്ട് പറയാണ്, നിന്റെ പദതാരിൽ എന്റെ മനസ്സ് നിർത്തി തരണേ. ഒരു പറയാണ്. എന്നിട്ട് പറയേ,
ഊതു നീ, ഊതു നീ, എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയതയെ ഊതി തെളിയിച്ചു തരൂ ദേവി, നീ തന്നെയാണത്. അല്ലേ? കുറേ അസുരന്മാരെ കൊല്ലുന്നുണ്ട്. ദേവി മഹാത്മ്യം നോക്കുമ്പോ ഭദ്രകാളി അഷ്ടകത്തിലൊക്കെ പറയല്ലേ, ഹേലാ ദാരിക ദാരികാസുരശിര ശ്രീ വീരമാണോന്മത ഒക്കെ പറയുന്നുണ്ട്. ദേവി പ്രണാമ ദേവി അഷ്ടകത്തിലും അല്ലെ, ജൃംബി ജംബരുപു ജൃംബളസ്ഥരി എന്നൊക്കെ പറയണില്ലേ, നിഷേവ്യമാണ് ചരണാംബുജ ഒക്കെ പറയുന്നുണ്ട്. ഈ അസുരന്മാർ ആരാ സത്യത്തിൽ? ഒന്ന് പറഞ്ഞേ. ഒരു യുദ്ധങ്ങളെ സങ്കല്പിക്കുന്നു, അസുരന്മാർ ഒരു വശത്ത് നിൽക്കുന്നു, ദേവന്മാർ ഒരു വശത്ത് നിൽക്കുന്നു, യുദ്ധം ചെയ്യുന്നു. ആദ്യം ദേവന്മാർ തോറ്റു, പിന്നെ അസുരന്മാർ ജയിച്ചു, പിന്നെ ദേവന്മാർ അസുരന്മാരെ അങ്ങ് തോൽപ്പിച്ചു. എന്താ ഇതിന്റെ സത്യം? പറ. നമ്മുടെ മനസ്സ് തന്നെയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറയട്ടെ. യുദ്ധങ്ങളൊന്നും ബാഹ്യമായ യുദ്ധമല്ല, ആത്മീയ യുദ്ധമാണ്. ദേവന്മാർ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, അസുരന്മാർ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഷഡ്വേദികൾ, കാമം, ക്രോധ, ലോഭം, മോഹം, മത മത്സര്യാദികളാണ്. ജമ്പനും ജിമ്പനും ദാരികനും ഒക്കെ അഹങ്കാരവും അസൂയയും കുറുമ്പും ഡമ്പും മദ്യാസക്തിയും കാമാസക്തിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇരിപ്പുണ്ട്. ആ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ ആര് വേണം? ദേവന്മാർക്ക് തുണയായി മുമ്പിൽ ആര് നിൽക്കണം? ശക്തി വേണം. ശക്തി ഉണ്ടെങ്കിലല്ലേ ഇതിനെ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മനഃശക്തി, വെറുതെ കേട്ടെ, മനഃശക്തി, ഇന്ദ്രിയ ശക്തി, ദഹനശക്തി, കാഴ്ചശക്തി, സ്പർശശക്തി, എന്താ ഇത്? ഇതെല്ലാം ശക്തി രൂപത്തിലിരിക്കുന്ന ദേവിയെയാണ് നമ്മള് മാലയൊക്കെ ഇട്ട് ആഭരണമൊക്കെ ഇട്ട് ഇങ്ങനെ നവദുർഗാ സങ്കല്പം, ദശമഹാസങ്കല്പം ഒക്കെ ദേവിയുടെ പല ഭാവങ്ങളാണ്. ഭാരതത്തിലെ ആരാധനാക്രമങ്ങളിൽ ഇതെല്ലാം ദേവിയുടെ പല ഭാവങ്ങളാണ്. അസുരന്മാർ നമ്മുടെ ഉള്ളിലാണുള്ളത്. ഈ അസുരന്മാരെ വധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള സദ്വിചാരങ്ങൾ കൊണ്ടാണ്. ദേവന്മാരായ ഇന്ദ്രിയങ്ങൾക്ക് ആത്മദേവനെ വണങ്ങാൻ പറ്റുന്നില്ല. കാരണം ഈ അസുരന്മാർ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ അപ്പ കയറി ഒരു 100 ചിന്ത, അല്ലെ? അപ്പൊ ഈ അസുരന്മാര് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പേര് ദേവൻ എന്നാണ്. ഉപനിഷത്ത് പരിശോധിച്ചാൽ അറിയാം, ഇന്ദ്രിയങ്ങൾക്ക് ദേവൻ എന്ന് പര്യായപദമുണ്ട്. ഇന്ദ്രിയങ്ങൾ ദേവന്മാരെ വണങ്ങാൻ തടസ്സമായി നിൽക്കുന്ന അസുരന്മാരെ നശിപ്പിക്കലാണ് ദേവാസുര യുദ്ധം. അപ്പോ ലളിതാ സഹസ്രനാമം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ പരമാത്മ സ്വരൂപിണിയായ ദേവിയിലാണ്. ഗുരുവിന്റെ ജന്മേ നവരത്ന മഞ്ജരിയും ഇത് തന്നെയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. 1000 സഹസ്രനാമങ്ങളിലേക്ക് പോകാതെ നമുക്ക് 9 ശ്ലോകങ്ങളിൽ ഗുരു തന്നു. പിന്നെ നോക്കൂ, ഏകദേശം ഒരു 6 അധ്യായം കഴിയണമെന്നോ ദേവി മഹാത്മ്യത്തിൽ. ഇത് അവസാനിക്കുന്നില്ല, അല്ലെ? ദാരികം വന്നു, ദേവി പല രൂപത്തിൽ വന്നു, ദേവി അവരെ കൊല്ലുന്നു, വലിയ സൈന്യം വരുന്നു. ഈ കഥകളൊക്കെ ഗുരു എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമോടി ഒരിരുമ്പാമനം ധനുരഹം ഭാവിയാണു വിജയി അമ്പാതരുന്നു വിജയം പാപമംഗിലം അഹംഭാനമാകുമതിനാൽ വൻഭാരമാർന്നതനുവും പാനമാമുലകവും പാനമാകുമഖിലം. നോക്കി, എന്റെ പാപത്തെ ഏത് നശിപ്പിക്കണമെന്ന് കൊണ്ട് പറയാ. എന്താ എന്റെ പാപം? ജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന വാസനയുണ്ടല്ലോ, ആ പാപത്തെ ഏത് നശിക്കണം? ഒരു അമ്പ് കൊണ്ട് ഏത് എറിഞ്ഞ് നശിപ്പിക്കണം? അതിന് ആ പാപത്തെ ഏത് നശിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇരുമ്പ് പോലെ ഉറച്ച ഒരു മനസ്സ് വേണം, അല്ലേ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ അപ്പ കയറി വരും, മീനാക്ഷി ഗോമതിയൊക്കെ കയറി വരും, അല്ലേ? അല്ല, കയറി വരും. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ചേട്ടൻ കയറി വരാം, എന്റെ മക്കള് കയറി വരാം, അല്ലെ എന്റെ ശത്രു കയറി വരാം, എന്റെ മിത്രം കയറി വരാം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്റെ വാസനയ്ക്കനുസരിച്ച് ഞാൻ ചലിക്കുകയാണ്. അതെന്നെ അടുത്ത ജന്മത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ജന്മങ്ങളിൽ കിടന്ന് ഇതിൽ കിടന്ന് കേടുവാണു നാൾ കഴിഞ്ഞിടും എനിക്ക് ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം.
അതുകൊണ്ട് എൻ്റെ പാപത്തെ ഇത് നശിപ്പിക്കണം. എന്തുകൊണ്ടാണ്? അതിന് അറിവാകുന്ന അമ്പ് കൊണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ള വിശിഷ്ടമായ പുഷ്പം ഏതാന്ന് വെച്ചാൽ എന്താ പറഞ്ഞ? അറിവ്. ഈശ്വരനെ അറിയാനുള്ളതാണ്. ആരാധനയ്ക്ക് അപ്പുറം ഈശ്വരൻ എന്തെന്ന് അറിയാനുള്ളതാണ്. അറിഞ്ഞു വരുമ്പോൾ അറിയും ആ ഈശ്വരൻ നിന്നിൽ തന്നെയുള്ള ചൈതന്യമാണെന്ന് അറിയാൻ നമുക്ക് സാധിക്കും. അതാ പറയുന്നത്. ഇവിടെ പറയാണ്, അതിന് ഇരുമ്പ് പോലെ ഉറച്ച മനസ്സ് വേണം. നമ്മളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ സമ്പത്ത് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴൊക്കെ ഈശ്വരനെയൊക്കെ കുറച്ച് പതുക്കെ വിട്ട് നടക്കണം. കൂടുതൽ ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും. അപ്പൊ ദുഃഖം കൂടുതൽ ആർക്ക് തന്നിട്ടുണ്ടോ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം എപ്പോഴും വിളിക്കണ്ടേ, എപ്പോഴും നീ ഉണ്ടാകണേ. നമുക്ക് രൂപത്തിൽ വിളിച്ചാൽ മതി. നമുക്കിങ്ങനെ പരമാത്മാവിനെ ഒന്നും ആരാധന ചെയ്യാനുള്ള ബുദ്ധി കഴിവൊന്നുമില്ല. എൻ്റെ മുമ്പിൽ ശിവനാണ്, ശിവഭഗവാനെ, എൻ്റെ തമ്പുരാനെ, എൻ്റെ ദുഃഖങ്ങൾ അടക്കാൻ എനിക്ക് സാധിക്കണേ, അല്ലേ? ഇങ്ങനത്തെ പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാൻ സാധിക്കണം. വിശ്വാസത്തോടു കൂടി തന്നെ അത് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതാണ് ഗുരു പറയുന്നത്, ഉറച്ച മനസ്സ്, ഈശ്വരനെ അചഞ്ചലമായ മനസ്സാണ്. ഏത് പ്രതിസന്ധിയിലും എനിക്ക് താങ്ങായി തണലായി ഞാനതിനെ മറികടക്കുമെന്നും അതിനെനിക്ക് തുണയായി ഈശ്വര ശക്തി ഉണ്ടെന്ന് ഉറച്ചൊരു മനസ്സ്, ഇരുമ്പ് പോലത്തെ മനസ്സ്. ഗുരു അതിന് പേരിട്ടതാ ഇരുമ്പ മനം തനു. ഇത് നശിപ്പിക്കാനുള്ള വില്ല് ഇരുമ്പ് പോലെ ഉറപ്പുള്ളതായിരിക്കണം. അതുപോലെ മനസ്സും ഉറച്ചതായിരിക്കണം. ഇങ്ങനെ പാപത്തെ എന്ന് നശിപ്പിച്ചാൽ ഞാൻ എന്ന ജീവൻ ഇവിടെ ജയിക്കും. ആ വിജയം അമ്മ തരുന്ന വിജയം, ശക്തി അമ്മയാണ് ആ വിജയം തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജന്മം പാപരഹിതമായി, ഈ പ്രപഞ്ചം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഈ ശരീരം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, സകലതും സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അർത്ഥമറിയാതെ ആയിരക്കണക്കിന് അധ്യായങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഈ ഒരു മന്ത്രം എടുത്ത് പഠിച്ചാൽ മതി. നിർത്തുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 100 വർഷം പിന്നിടുന്ന കൃതികളുടെ പഠനം ഉണ്ടാകണം. 100 വർഷം എത്തുമ്പോൾ ഗുരുവിന്റെ കൃതി എല്ലാവരിലേക്കും എത്തുമെന്ന് ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളതാണ്. ഹോമമന്ത്രം 100-ാം വർഷത്തിന്റെ ആ ഒരു 1925 ഗുരു രചിച്ച കൃതിയാണ് ഹോമമന്ത്രം. അതൊക്കെ ചൊല്ലണം, അർത്ഥമറിഞ്ഞ് ചൊല്ലണം. ആരാധനയും ഭക്തിയൊക്കെ ഈശ്വര സമർപ്പിതമായിട്ടാണ് ചെയ്യേണ്ടത്. ഭൗതിക സുഖഭോഗപരതയ്ക്കപ്പുറം ഈശ്വരനിൽ സമർപ്പണമാണ്, അല്ലെ? എൻ്റെ ഞാൻ അഹന്തയാകുന്ന നെയ്യെടുത്ത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ശുദ്ധരാകണം, അല്ലെ? അതുപോലെ പൂജയുടെയും ഹോമത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് പൂജാരിണിമാരുടെ കൈകളിൽ അകപ്പെട്ടു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതായത് പണ്ട് യജ്ഞ സംസ്കാരം ഉണ്ടായിരുന്നപ്പോൾ മുനിമാര് കയ്യിലിരുന്ന യവം ധാന്യം എടുത്തിട്ട് ഞാനിത് എന്നെ സമർപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് ചെറിയ യാഗങ്ങൾ ഹോമങ്ങൾ നടത്തിയിരുന്നു. അത് സമർപ്പണമാണ്. ഇപ്പോൾ അത് പതുക്കെ സ്വാർത്ഥപൂർണത്തിനുള്ള വേദിയായിട്ട് മാറിയിട്ട് ആഡംബരങ്ങളും ആർഭാടങ്ങളും കാണിക്കാനുള്ള വേദിയായിട്ട് മാറിയിട്ട് മനുഷ്യന്റെ ധനം ദുർവിനിയോഗം ചെയ്യപ്പെടുമ്പോൾ ഗുരു പറയുന്നു, ഗുരു രചിച്ചു തന്ന ഹോമം ഒരു ഭൗതിക സുഖഭോഗങ്ങളും നേടാനുള്ളതല്ല. ഒരു മനുഷ്യന്റെ ചിത്തശുദ്ധിയിലൂടെ ഒരു മനുഷ്യൻ നേടേണ്ട ആത്യന്തികമായ ശാന്തിയും സമാധാനവുമാണ് ഹോമമന്ത്രത്തിലൂടെ നേടേണ്ടത്. ആ അനീതിയെ ഇല്ലാതെയാക്കി ഒരു മരണം നടന്നാൽ മതി. 10 ദോഷ, 20 ദോഷ, 8 ദോഷ, 5 ദോഷ എന്ന് പറഞ്ഞ അടുത്ത വലിയൊരു ഹോമത്തിന് തിരി കൊടുത്തുകയായി. അതിന്റെ പുറകെ പട്ടിണി കിടന്നാലും വിറ്റാണെങ്കിലും അത് നടത്തും, അല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു തരികയാണ്, ഇതൊന്നും ഈ യജ്ഞയാഗ ഹോമാദികളിൽ നിന്ന് നിനക്ക് ഒന്നും നേടാനില്ല, പിന്നെ കൊടുക്കാനേ ഉള്ളൂ. അതാണ് എല്ലാം കൊടുത്തു. ഞാൻ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എടുക്കുന്നതും എല്ലാം ഞാൻ സമിത്തിന്റെ രൂപത്തിൽ തന്നിട്ട് അവസാനം ഹോമിക്കുന്ന അഹമിത്യാജ്യം ഭൂമി, ഹോമിക്കുന്ന എന്നെയും ഞാൻ എടുത്തതാ അർപ്പിക്കുന്നു. അതുകൂടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ശുദ്ധനായി, ഞാനൊരു പൂമ്പാറ്റയെ പോലെ ഭാരമില്ലാത്ത ആളായിട്ട് മാറി,
അല്ലേ? അഹന്ത എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ, തീയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളിൽ ധാരാളം അഹന്തയും മമതയുണ്ട്. ഞാനാണ് എൻ്റെ മക്കളെ വളർത്തുന്നതെന്നും ഞാനാണ് എൻ്റെ ഈ കുടുംബം ഭരിക്കുന്നതെന്നുമുള്ള അഹന്ത മമത ഒന്നും നമുക്ക് വേണ്ട. ഈശ്വരന്റെ നിയോഗത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കർത്തവ്യങ്ങൾ ഈശ്വരന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, അധ്യാത്മനിഷ്ഠയോടുകൂടി ജീവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ പഠനമാക്കേണ്ടത് ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടുന്ന ഒരു കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു കുട്ടിയെ പോലും കാമവലിയോടുകൂടി നോക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി ജനിച്ചു വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സൂതകം എന്നൊരു അധ്യായത്തിൽ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ, ആ ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ കൊടുക്കേണ്ട ബ്രഹ്മചര്യമൃതം അച്ഛനും അമ്മയും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവന്റെ ബുദ്ധി സംസ്കാരം 5 വയസ്സ് വരെ മാതാവ് തന്നെ ചെയ്യണം. സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം കൊണ്ടും ആധ്യാത്മികമായ നിഷ്ഠ കൊണ്ടും അതുപോലെ തന്നെ മഹാപുരുഷന്മാരുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടും ഒക്കെ ശുദ്ധവും വൃത്തിയും ഒക്കെ കൊടുത്ത് ബാഹ്യ ആഭ്യന്തര ശുചിത്വം കൊടുത്ത് 5 വയസ്സ് വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്യാരക്ടർ മൗൾഡിങ്ങിന്റെ ടൈമാണത്. ആ 5 വയസ്സ് വരെ വളരെയേറെ ശ്രദ്ധിച്ചാൽ ആ കുഞ്ഞ് വേറെ ഒരു രീതിയിലേക്കും ആസുരവാസനകൾ കടന്നു കയറില്ല. ക്യാരക്ടർ ഉറയ്ക്കുന്നു. ഏത് അമ്മയ്ക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ആ കുടുംബമൊക്കെ തെളിഞ്ഞ് തന്നെ വരും. അതുപോലെ അതിന് വിദ്യാരംഭം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആത്മജ്ഞാനികളാണ് വിദ്യാരംഭം ചെയ്യേണ്ടത്. ആധ്യാത്മികമായ അറിവുള്ളവരെ കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് ക്ഷേത്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ 6 മാസം എത്തുന്നതിന് മുമ്പ് പല്ല് മുളയ്ക്കുന്നതിന് മുമ്പ് കുഞ്ഞിന് ചോറ് കൊടുക്കരുത്. അങ്ങനെ ദഹനശക്തി ബലപ്പെട്ട് വരുന്നതിന്റെ ലക്ഷണമാണ് പല്ല് മുളയ്ക്കൽ. അത് വരാതെ ചോറ് കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ഗൃഹസ്ഥാശ്രമവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ട് ഒരു കാര്യം പറയുകയാണ് കുടുംബിനികൾക്ക്. അറിയാം, ഇന്ന് കൂട്ട ആത്മഹത്യകൾ നടക്കുക. ആഡംബരങ്ങളും ആർഭാടങ്ങളും കൊണ്ട് കുടുംബജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. കാരണം ഗുരു ഭാര്യാധർമ്മം എന്ന കൃതി രചിച്ചു തന്നതോടൊപ്പം തന്നെ ശ്രീനാരായണ ധർമ്മത്തിൽ 8ാം സർഗത്തിൽ പഞ്ചമഹായജ്ഞം എന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് എത്ര മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു രചനയാണ് ഗുരുവിൻ്റെ. ഭാര്യാധർമ്മത്തിലെ തിരുക്കുറളിലെ ആ ആശയം തന്നെ 8ാം സർഗത്തിൽ പഞ്ചമഹായജ്ഞത്തിൽ ഗുരു പറയുക, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന സ്ത്രീ ഭർത്താവിന്റെ സുഖദുഃഖങ്ങൾ, അതായത് സുഖവും ദുഃഖവും ഒരുപോലെ പങ്കുവെക്കുകയും തെറ്റുകൾ പരസ്പരം ഏറ്റുപറയുകയും സ്നേഹത്തിന് കുറവ് വരാതെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹനം ഒരിത്തിരി കൂടുതൽ സ്ത്രീക്ക് ഗുരു വെച്ചിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനും ആ സാമ്പത്തികമായും ആധ്യാത്മികമായും ആരോഗ്യപരമായും എല്ലാം ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് ഒരു സ്ത്രീയിൽ ഗുരു കണ്ടിട്ടുണ്ട്. അതാണ് ഗുരു പറയുന്നത്, ഭർത്താവ് എത്ര നിർദ്ദയമായി പെരുമാറുമ്പോഴും അല്പം ക്ഷമയും സഹനവും കാണിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള കുലങ്ങൾ ഇന്ന് ഉത്തമ കുലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും പറയും, അതെന്താണ് പുരുഷന്മാർക്ക് ധർമ്മയില്ലേ, ഭാര്യക്ക് മാത്രമേ ധർമ്മമുള്ളൂ എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അതാണ് ക്ഷമയാ ദരിദ്രി എന്ന് പറഞ്ഞ പോലെ ഒരല്പം ക്ഷമ സ്ത്രീകളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹ മോചനത്തിലേക്ക് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അവരവർക്ക് അവരവരുടെ സുഖമാണ് വലുത്. പരസ്പരം അന്യോന്യമുള്ള പങ്കുവെക്കലുകൾ ഇല്ലേ ഇല്ല, അല്ലേ? അപ്പൊ അവിടെയൊക്കെ ഗുരു പറയാണ്, ഗുണം കുടുംബിനിക്കില്ലാതെയാകൽ എല്ലാം ഇരിക്കിലും ഗുണമില്ല കുടുംബത്തിന് ഇല്ലാതാകും കുടുംബവും. അതായത് കുടുംബത്തിലിരിക്കുന്ന സ്ത്രീക്ക് ഗുണമില്ലെങ്കിൽ ബാക്കി എന്തൊക്കെ സ്ഥാനമാനങ്ങളോ പദവികളോ പ്രതാപങ്ങളോ സമ്പത്തോ ഒക്കെ ആ സ്ത്രീക്ക് ഉണ്ടെങ്കിലും ഗുണം ഇല്ലെങ്കിൽ ആ കുടുംബം ഇല്ലാതെയാകും. അവിടെയും നമുക്ക് എന്താ പറയുക,
ഒരു സ്ത്രീ ഇതിന് പതിച്ചു പോയാൽ ആ കുടുംബം കുറച്ച് അധപ്പതനത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടല്ലേ. അതുകൊണ്ട് വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ. വരവും ചെലവും ഒരുപോലെ കൊണ്ടുപോയി കുടുംബ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യാൻ ഒരു കുടുംബിനിക്ക് നല്ല കഴിവുണ്ടാകണം അല്ലേ. ഇന്നിപ്പോൾ നമുക്കറിയാം, രാത്രി ഭക്ഷണങ്ങൾ കൂടുന്നു, രാത്രി സഞ്ചാരങ്ങൾ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാണ് കുടുംബത്തോടെ ട്രിപ്പ് പോകുന്നത് അല്ലേ. എന്നിട്ട് രാത്രി ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാം. അതൊക്കെ ടൗൺ ഏരിയകളൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോടെങ്കിലും എന്താ ഇതെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ ജീവൻ കാണില്ലല്ലേ. ആരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, വിവാഹം ചെയ്യുമ്പോൾ ഗുരുകുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നിഷ്ഠയോടെയും ഭക്തിയോടെയും പഠിപ്പിച്ചു വന്ന ഒരു കുലം എന്ന് പറഞ്ഞാൽ ജാതിപരമായ കുലമല്ല. ഒരു ഗുരുകുലത്തിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ ദർശനം പഠിച്ച ഒരു കുടുംബത്തിലെ കുട്ടിയാണെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ തന്നെ വെളിച്ചമായി മാറും. അതുകൊണ്ടാണ് കുട്ടികളെ ഗുരുദർശനം പഠിപ്പിക്കണമെന്ന് പറയുന്നത് അല്ലേ. കുറേ നമ്മൾ എന്തിനൊക്കെയോ കടന്നുപോയി. കുറേ സമയം ഇങ്ങനെ ഈ പുണ്യമായ തീരത്ത് നമുക്കിങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, പരസ്പരം വിചാരം ചെയ്തു. ഇങ്ങനെ ഇതിന് എനിക്ക് അവസരമേകിയ ഭഗവാന്റെ കാരുണ്യത്തിന് മുന്നിൽ നമിക്കുന്നു. ഇതിന് ഉപാധിയായ എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അത്രയും ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.
കഴിഞ്ഞ തിരുമുടി തിരുകി ചൂടിയാടും ഭണത്തിൻ ചന്തം ചിന്തും നിലാവിനൊളി വെളിയിൽ വിയർഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തി മിഴിച്ചെങ്കതിർനിര ചൊരിയിച്ചന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മേ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനോടെഴുന്നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരന്നു വല്ലോ മുരുകതി തരണേ മറ്റെനിക്കാരുമില്ലേ. ജ്യോതിശ്ചക്രം കണക്കിൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. വെയിലും നിലാവും വിഴുങ്ങിക്കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ചമ്മയിലിന്മേൽ ആടുമുണ്ണി മറയരുതു മനോമൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം. സ്പഷ്ടം ദ്രാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിടുവാൻ പിന്നെ ആട്ടേ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോ. ഉൾത്തീ മാറ്റാനുപായത്തുനിവിനിയ മനക്കൺമണി നീ തരാഞ്ഞാലുൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചോ. പിച്ചും ഭ്രാന്തം പിടിച്ചപ്പിണി അറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം. പിഴകളഖിലവും നീ